സ്നോർക്ലിംഗ് ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മറ്റേ ഒരു ചാട്ടല്ലേ ഇങ്ങനെ പേര് മറ്റേ നേപ്പാളിലേക്ക് പോയി നടക്കുന്നതല്ലേ? സുഹൃത്തുക്കളെ നിങ്ങളിത് കാണണം. ഒരു സീക്രട്ട് സ്പോട്ടുണ്ട് എവിടെ? അതാണ് മറ്റൊരു അടിപൊളി സ്പോട്ട്. ഭയങ്കര അടിപൊളി സ്പോട്ടാണ് ശരിക്കും. കണ്ണിൽ കുത്താണ്ട് നോക്കിക്കോട്ടോ. അടച്ചോ? എങ്ങനെ ആണോ? എവിടെന്ന്? എങ്ങനെയുണ്ട് ലക്ഷദ്വീപ്? ആ സൂപ്പറാണ്. എന്നിട്ട് എന്തൊക്കെ കണ്ടു? ലക്ഷദ്വീപ് മൊത്തം കണ്ടു. അകത്തി മൊത്തം കണ്ടു. ആ പോവാ, നടന്നിട്ട് വരാം. പിന്നെ ആ സാധനം കൂടി കുത്തിപ്പിടിച്ചു. കൽപ്പെട്ടിയും കണ്ടിട്ട് വരാം. ഞാൻ കുത്തിപ്പിടിച്ചാൽ പോരെ? എന്നിട്ട് അതിൽ വെച്ചാൽ പോരെ? ഇങ്ങനെ ലൂസാക്കുന്നു. സൺസെറ്റ് ഒന്നും കാണില്ല കേട്ടോ. ഞാൻ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. എന്താ അങ്ങനെ പറഞ്ഞ? ഇത്രയും ഭംഗിയുള്ള ഇത് സെൻസേർഡ് ആണോ? ഏത് സെൻസേർഡ് ആയിട്ടുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ എന്ത് സെൻസേർഡ് എന്നാ ഉദ്ദേശിച്ചത്? സെൻസർ ചെയ്യാന്ന് പറയില്ല വീഡിയോ. എന്താ സാധനം? മറ്റേ സാധനമല്ലേ? എൻ്റെ ആർക്കിടെക്ചർ കൊള്ളാം. പുറത്തേക്കോ മുട്ടയിടാൻ വേണ്ടി മാത്രം വന്നാൽ മതി കേട്ടോ. ഒരു കരിമുകിലിന് ചിറകുകളറിയ നിങ്ങളെ. ഇനി എന്താ ഇവിടെ ചെയ്യാൻ ബാക്കിയുള്ള ആക്ടിവിറ്റീസ്? നീ കയാക്കിങ് ചെയ്തില്ലല്ലോ? ഇല്ല, കയാക്കിങ് തന്നെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കാരണം പെർഫോമൻസ് എടുത്തൊരുമിച്ച് ചെയ്യാം. മഴയുള്ള സമയത്ത് ചെയ്യണം കയാക്കിങ്. ഓട്ടൊക്കെ ഉണ്ടല്ലോ. ഇത് സൂം ചെയ്യാൻ പറ്റുമോ? ബഷീറിൻ്റെ ടീമാണ്. അല്ല, അതിൽ പകുതി പേര് കപ്പട്ടിന്ന് രക്ഷിച്ചോണ്ട് പറഞ്ഞ പോലെ ഉണ്ട്. എല്ലാവരും വയ്യാണ്ടായിട്ടിരിക്കും. ഇന്ത്യയുടെ കൊടിയൊക്കെ വെച്ചിട്ട് ഏതോ പാവങ്ങളേതോ ദ്വീപിന് കൊണ്ടു വരുന്ന പോലെ. വേറെയും ബോട്ടൊക്കെ വരുന്നുണ്ടല്ലോ, കുറേ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതടുത്ത രക്ഷപ്പെടണം. ഇതാണ് അഗത്തി ഐലൻഡിലെ ഏറ്റവും മനോഹരമായ സ്ഥലം. റാങ്കിങ് നമ്പർ 1. റാങ്കിങ് നമ്പർ 2 പോകുന്നത് ടോർട്ടോയ്സ് വാച്ചിങ് ബ്രിഡ്ജ്. ബ്രിഡ്ജിൻ്റെ പേരെന്താ? ഈസ്റ്റേൺ ജെട്ടി രാത്രി കാലങ്ങളിൽ അതിമനോഹരമാണ്. ടോർട്ടോയ്സസിനെ കാണാം. 4 ടോർട്ടോയ്സസ് സ്ഥിരമായിട്ട് വരും. പിന്നെ പറ്റിക്കഴിഞ്ഞാൽ ചാളേനെ ഇവനൊക്കെ കാണാം. അത് റാങ്കിങ് നമ്പർ 2. റാങ്കിങ് നമ്പർ 3 ഗോസ് ടു ലഗൂൺ ബീച്ച്. അവിടെ എന്താ ഉള്ളത്? ലഗൂൺ ബീച്ചിൽ കാറ്റ് കൊള്ളാൻ അടിപൊളിയാണ്. സ്റ്റാർ ഗേസിങ്ങും അടിപൊളിയാണ്. അത് റാങ്കിങ് നമ്പർ 3. ഇനി റാങ്കിങ് നമ്പർ 4 ഒരു ഒറ്റപ്പെട്ട സ്ഥലമല്ല, ഒരു കൂട്ടം സ്ഥലമാണ്. അതാണ് അഗത്തിയുടെ ഉൾവഴികൾ. അത് ഭയങ്കര ഒരു മുട്ടത്തോടോ പ്ലാസ്റ്റിക് അല്ലത് എന്താണെന്ന് അറിയില്ല. ഇത് മറ്റേ ഇതാന്ന് തോന്നുന്നുണ്ട്, ഞണ്ടിൻ്റെ
ഓടാന്ന് തോന്നുന്നുണ്ട്. എൻ്റെ അടുത്ത് ഞണ്ടിനാരത്തില്ല. ഇവിടെ ഇരുന്നൊരു ഫോട്ടോ എടുത്തരും. ഇരിക്കും. എങ്ങനെ വേണമെങ്കിലും ഇരിക്കും. കിട്ടിയിട്ടുണ്ട്. യെസ് പാപ്പോ. നല്ല രസം കേട്ടോ ആകാശം കാണാൻ. ഇത് നോക്ക്. നീ ഓടും, ഞാൻ ബാക്കിലോടാം. കുറേ പോണ കേട്ടോ. ഓ, ഒരു ബാറ്ററി എടുത്ത് പിടിക്കായിരുന്നില്ലേ? 2.5 മണിക്കൂർ പിടിക്കാം. ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ചെയ്താണ്. സ്റ്റക്കാക്കാൻ പറ്റില്ലല്ലോ, കണ്ടിന്യൂസ് വ്ളോഗാണ്. ഓക്കെ, നമ്മളവിടെ എത്തി. റാങ്കിങ് നമ്പർ 4 വരെ എത്തി. റാങ്കിങ് നമ്പർ 4 ഉൾവഴികളാണല്ലോ. ഇനി റാങ്കിങ് നമ്പർ 5. റാങ്കിങ് നമ്പർ 5 ആയിട്ട് ചായക്കടന്നൊന്നും പറയില്ല കേട്ടോ. ചായക്കടകൾ ആക്ച്വലി ടോപ്പാണല്ലേ. റാങ്കിങ് നമ്പർ 4 വരെ മതി. ഇപ്പോൾ ഭയങ്കരമായി കഴിഞ്ഞാൽ നമുക്ക് ബോറാവും. അല്ല, റാങ്കിങ് നമ്പർ 4 പറയാം. 5 പറയാം കേട്ടോ. 5 നമ്മുടെ എന്താ പേര്, സുഹൈലോ ചായക്കട നടത്തുന്ന പയമ്പരി കിട്ടുന്ന ചായക്കട, സാവിദിൻ്റെ ചായക്കട. അതാണ് മറ്റൊരു അടിപൊളി സ്പോട്ട്. ഭയങ്കര അടിപൊളി സ്പോട്ടാണ് ശരിക്കും. അങ്ങനത്തെ ഒരു ബീച്ച് സെറ്റപ്പ്. രാവിലെ ഒന്നും ഞങ്ങളവിടെ പോയിരുന്നിട്ടില്ല, പക്ഷെ വൈകിട്ട് പോയിരിക്കാൻ നല്ല രസമുള്ള, ഭയങ്കര കാറ്റില്ല. ഞാൻ തിരികെ കഴിഞ്ഞ് തിരിക്കുന്നത് അവിടെ വരെ. നിന്നോട് ഞാൻ പറഞ്ഞത് അപ്പുറത്ത് കൂടി പോകാൻ. നല്ല അടിപൊളി സൺസെറ്റ് ആണ്. നമ്മളെന്തായാലും അപ്പുറത്തോട്ട് പോവല്ലോ. അവിടെ എത്തുമ്പോഴത്തേക്ക് ഇരുട്ടാവും. ഇതിൻ്റെ ചാർജിങ് ചെയ്യും. ഞാൻ വേഗം നടക്കാം. എന്നാൽ നീ ഓടും, ഞാൻ ബാക്കിലോടാം. വീണ് മണ്ണ് തിന്നാണ്ടിരുന്നാൽ മതി. ഡെയിലി ഓടിയാൽ അത് ഇവനല്ലേ, ബഷീറിൻ്റെ ഫോട്ടോ പോലെ ഉണ്ടല്ലോ കണ്ടിട്ട്. സൂം ഫങ്ഷനാലിറ്റി കൂടി ഉണ്ടാവണമായിരുന്നു. അയാണ്ടായി. ഇനി ഇവിടെ കഴിച്ച ഭക്ഷണങ്ങളെ പറ്റി എന്താ പറയുക? ശ്വാസം എടുത്തിട്ട് മതിയോ? അല്ല, ഇപ്പുറത്താ വിളിച്ചത്. നോക്കട്ടെ, ഇങ്ങോട്ട് വന്ന് ഇപ്പുറത്തേക്ക്. രണ്ട് സൈഡും സെറ്റാണ്. ഇത്രയും അടിപൊളിയാണ് പറഞ്ഞു. ഭക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടൂറിസ്റ്റായിട്ട് ഇന്ന് ആശിഷ് വന്നപ്പോൾ ആശിഷ് കാബേജൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു. എനിക്കറിയുന്നുണ്ടായിരുന്നില്ല ക്യാബേജ് കൂടെ ഉണ്ടെന്ന്. വന്നപ്പോൾ തൊട്ട് വന്നപ്പോൾ തൊട്ട് എപ്പോൾ കഴിച്ചാലും മീനുണ്ടാവും. നോൺ എന്തായാലും ഉണ്ടോ, ഉറപ്പാണ്. 90% ചിക്കൻ ഉണ്ട്, 100% മീനുണ്ട്. ഞാൻ തേങ്ങാച്ചോറ് നെയ്ച്ചോറില്ലാണ്ട് വേറെ ചോറ് കഴിച്ചിട്ടില്ല. പിന്നെന്താ പറയുക, ഭയങ്കര ലക്ഷൂറിയസ് ഫുഡാണ്. ഭയങ്കര ലക്ഷറി. ജീവിതത്തിൽ ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് മര്യാദയ്ക്ക്. ഇത്രയും ദിവസം അടുപ്പിച്ചു. അല്ല, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കഴിക്കാമെന്നല്ലാതെ കാശ് കൊടുത്ത് എന്തായാലും ഞാൻ വെട്ടി വയ്ക്കാൻ പോകില്ല. അൺലെസ് ചേട്ടൻ പെയ്യാണെങ്കിൽ. അവനാണുള്ളത് പെയ്തല്ലേ. ഓക്കെ. നമ്മളോരോ വീടുകളിൽ നിന്ന്, മിക്ക വീടുകളിൽ നിന്ന് നമ്മൾ സൽക്കരിച്ചിട്ടുണ്ട്. നമ്മൾ വെറുതെ അടക്കുമ്പോൾ എന്നെ ചായ പിടിക്കാൻ വിളിക്കും. ആ വിളിക്കുന്നവരൊക്കെ വീട്ടിൽ കയറി നീ എല്ലാ വീട്ടിലും ചായ പിടിക്കുന്നുണ്ടാണ്. ഇത് ഓഫ് സീസൺ ആയല്ലേ. ഓഫ് സീസണിൽ വന്നിട്ട് ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, ഓഫ് സീസണിൽ വരുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് പീസ്ഫുള്ളായിട്ടുള്ള അന്തരീക്ഷമാണ് ഇഷ്ടമെങ്കിൽ ഓഫ് സീസണിൽ വരാം. വലിയ തിരക്കുണ്ടാവില്ല. നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഓഫ് സീസണിൽ നിങ്ങൾക്ക് വരാം, കുഴപ്പമൊന്നുമില്ല. കാരണം ഒരു 4-5 ദിവസത്തെ ഒരു പവർ പാക്കഡ് ആയിട്ട് ലക്ഷദ്വീപ് മുഴുവൻ കാണാനുള്ളൊരു ട്രിപ്പൊക്കെ ആയിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇതങ്ങനെ പുരാതനമായിട്ടുള്ള സ്ഥലമൊന്നുമല്ല. നിങ്ങൾക്ക് കുറേ സാധനം കാണാനും, കൊടൈക്കനാലൊക്കെ പോലെ ഗുഹ അത് അങ്ങനത്തെ സാധനമൊന്നും ഇല്ല. അല്ല, ഗുഹയിലുണ്ട് കേട്ടോ. കുറേ ഡാർക്ക് കഥകളൊക്കെ ഡാർക്ക് കഥകളൊക്കെ ഉണ്ട്.
സോ വാട്ട് ഐ എം ഷെയിങ് ഈസ് നിങ്ങൾക്ക് ഭയങ്കര ഇങ്ങനെ പീസ്ഫുൾ ആയിട്ട് സിറ്റി ലൈഫൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് അവിടുത്തെ ഹോണടികളും ട്രാഫിക്കുകളുടെ ഒക്കെ ഇടയിൽ നിന്ന് കുറച്ചൊക്കെ ആ ഹോണടി ഒരെണ്ണം പോലും കേൾക്കണ്ട എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാം. ഇതിലൂടെ വെറുതെ ഇരിക്കാം. അപ്പം എൻ്റെ ഫ്രണ്ട് ഒന്ന് വന്നിട്ട് പറഞ്ഞു ഇവിടെ എന്താ കാണാനുള്ളത്, എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള തന്നെയല്ല. അപ്പം നിങ്ങൾ കാണാനായിട്ടൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ബീച്ചുമ്പോൾ വെറുതെ അടിപൊളി കടലും സൺസെറ്റ് കാണാമല്ലോ. ആ പക്ഷെ ചിലവർ ഒന്ന് കണ്ട് ഞാൻ അടുത്ത് കാണാൻ പറയും. അങ്ങനെയുള്ളവർക്ക് ബോറടിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഒരു സ്ഥലത്തെത്തി ഇത് കണ്ടു, നെക്സ്റ്റ് ചെക്ക് ലിസ്റ്റ്, അങ്ങനെയൊക്കെ IT വർക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ ലാപ്പ് എടുത്ത് വന്നോട്ടോ. നിങ്ങൾക്ക് ഇവിടെ 5G ഒക്കെ കിട്ടും. 5G ഉണ്ട്, ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കേബിളൊക്കെ കിട്ടുന്നുണ്ട്, നെറ്റൊക്കെ കിട്ടും. പക്ഷെ അവിടുത്തെ റൂംസൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. സോ നിങ്ങൾക്ക് കണക്ഷൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. ബൈ ദ വേ ഞങ്ങൾ ആരെങ്കിലും ഞങ്ങൾ ഹയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഉപകരിക്കും. ഞാൻ പറഞ്ഞു വന്നത് ഓഫ് സീസണിൽ നിങ്ങൾക്ക് വരാം. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ പീസ്ഫുൾ ടൈം ടു സ്പെൻഡ്, ഭയങ്കര സമാധാനത്തോടൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ പറ്റിയൊരു സ്ഥലമാണ്. ആരും നിങ്ങളൊന്ന് സൗണ്ട് ഉണ്ടാക്കി ഒച്ചപ്പെടുത്തേ അങ്ങനെയൊന്നും ചെയ്യില്ല. നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കുക, കടലൊക്കെ നോക്കി ഇരിക്കുക, നിങ്ങൾ മുന്നേ ചെയ്ത് കൂട്ടിയ മൂഞ്ചിത്തരങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ മിണ്ടാണ്ട് വിഷമിച്ചിരിക്കുക. നല്ല കപ്പിൾസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് ആയത് സത്യം പറഞ്ഞാൽ നന്നായി. അധികം ആൾക്കാരുണ്ടാവില്ല. അതിൻ്റെ അർത്ഥം പാവങ്ങൾക്ക് വന്നൂടെ അങ്ങനെയൊന്നും ചോദിക്കരുത്. പാവങ്ങൾക്ക് വരാം, ആർക്കും വരാം, എല്ലാവർക്കും വരാം. എന്താ പറയുക, ഒരു സാധനം ഭയങ്കര ചീപ്പാണെങ്കിൽ കുറേ ആൾക്കാർ ചിലപ്പോൾ ഉപയോഗിച്ച് നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ബഡ്ജറ്റിലുള്ളൊരു ഓഫ് സീസണിൽ വന്നിട്ട് റിസ്ക് എടുത്തിട്ട് വരാം. ചിലപ്പോൾ സീസൺ നന്നായിരിക്കും, ചിലപ്പോൾ അടിപൊളിയായിരിക്കും സീസൺ, ചിലപ്പോൾ ഭയങ്കര കാറ്റും ഭയങ്കര കടലായിരിക്കും. ഒന്ന് മോശമാണെങ്കിലും കടലിൽ കണ്ടിരിക്കാൻ കാറ്റും കൊണ്ട് അല്ലേ. ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ഭൂമിയുടെ സാധനങ്ങളൊക്കെ എൻജോയ് ചെയ്യാനുള്ള മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ചിലവരൊക്കെ ആകാശത്തൊക്കെ നോക്കി വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, നക്ഷത്രം നോക്കി അവർക്കൊക്കെ എന്തായാലും ഇഷ്ടം. കാരണം കുറേ ആകാശം മരങ്ങളൊക്കെ അടിപൊളിയാട്ടോ. തെങ്ങാണ് ഏറ്റവും കൂടുതൽ. ലൈറ്റ് ഒരു സീക്രട്ട് സ്പോട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ ടൂർ ഗൈഡായിട്ട് വരുമ്പോൾ അവർ പറഞ്ഞു തരാൻ നിൽക്കില്ല. കാരണം അവർക്കതൊരു വലിയ സംഭവമായിട്ട് തോന്നണമെന്നില്ല. പക്ഷെ എനിക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നുന്നത് ഞാൻ പറയാം. ഈസ്റ്റേൺ ചെട്ടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസ്റ്റേൺ ചെട്ടി പാലത്തുകൂടെ ഒരു പകുതി നടന്നെത്തുമ്പോൾ വടക്കോട്ട് പകുതി നടന്നെത്തുമ്പോൾ ഒരു ഊഞ്ഞാലുണ്ട്. ഊഞ്ഞാലാ? അതല്ല, ഇങ്ങോട്ടാ അതൊക്കെ റിസോർട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. ഈസ്റ്റേൺ ചെട്ടി എന്ന് പറയുന്നത് നമ്മൾ മറ്റേ ഷിപ്പ് കയറ്റുന്ന പാലം. അവിടെ നിന്ന് ഏത് സ്പോട്ട്? ഷിപ്പ് കയറ്റുന്ന പാലത്തിലോട്ട് നിങ്ങൾ പകുതി നടന്നെത്തുമ്പോൾ പകുതി നടന്ന് എക്സാക്റ്റ് അടിക്ക് വെക്കുമ്പോൾ തിര വന്ന് തൂണും അടിക്കും. അടിക്കുമ്പോൾ സീൻ കളറാണ് തിരക്ക്. അവിടെ കുറേ മീനുണ്ടാവും. കളർ ഡാർക്ക് ബ്ലൂന്ന് ഒരു ലൈറ്റ് ബ്ലൂയിലേക്ക് വന്ന് വൈറ്റിലോട്ട് ട്രാൻസിഷൻ ആവും. അതൊരു സീൻ പരിപാടിയാണ്. അവിടെ കുറേ കളർ മീനുകളുണ്ടാവും. കുറേ കളർ മീനുകൾ, നീല കളർ മീനൊക്കെ ഉണ്ട്. ഐ മീൻ പ്യൂർ ബ്ലൂ. എല്ലാ കുറേ മീനും നീലയാണ്. ജസ്റ്റ് നീല മാത്രം, വൈറ്റ് ഷെയ്ഡൊന്നുമില്ല. ഞാൻ ജസ്റ്റ് കളർ ഈ സർഫക്സിലൊക്കെ നമ്മൾ വെള്ളത്തിൽ കളിക്ക് ഒഴിച്ച് ഇങ്ങനെ ഉണ്ടോ അതുപോലെയാണ്. ഭയങ്കര അടിപൊളിയാണ് കാണാൻ. സീക്രട്ട് സ്പോട്ടാണ്. രാവിലെ ഒന്നെങ്കിലും കാണുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഉച്ചയ്ക്കൊന്ന് കാണുകയാണെങ്കിൽ വെയിൽ സഹിക്കാൻ പറ്റിയെങ്കിലും എനിക്കിഷ്ടം. രാവിലെ അതിരാവിലെ വരണമല്ലേ, അവിടെ നിന്ന് സൺറൈസും കാണാം. അങ്ങനത്തെ നടക്കാനൊക്കെ ഇഷ്ടമുള്ള ആളാണെങ്കിൽ ബീച്ചിൽ ഒരറ്റം പിടിച്ച് ചുറ്റും നടത്തും. അപ്പം എനിക്ക് ഇരിക്കാനൊക്കെ. എന്നിട്ട് ഈസ്റ്റേൺ ചെട്ടിയിൽ വന്നിട്ട് സൺറൈസ് കാണാം. സൺറൈസ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം തരേന്ന് നോക്കിയിട്ട് അവിടെ ഒരു ചായക്കട ഉണ്ട്. അവിടെ നെയ്പ്പത്തിലുണ്ട്. പിന്നെ മറ്റേ സാധനം പ്രധാനപ്പെട്ട സാധനം നനഞ്ഞ പുതപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്നാക്കുണ്ട്. നനഞ്ഞ പുതപ്പ് ചോദിച്ച് മേടിക്കണം. കാരണം അവർക്കത് വലിയ സംഭവമല്ല. കാരണം അവർ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട്. അവർ തരില്ല. ആ കടയിൽ നിൽക്കുന്ന ആളൊന്ന് കടലിൽ നിൽക്കുന്ന ആളെന്നെ എടുത്ത് തിന്നും. സംഭവം ഒരു ചെറിയ ഡിഷാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു മീനിൻ്റെ ഡിഷാണ്, നോൺ വെജിന്. അപ്പം വേറെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വെജുകാർക്ക് ഫുഡ് ഓപ്ഷൻസ് കുറവാണ്. കാരണം ഒരു വെജിറ്റേറിയൻ ഫുഡ്സ് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും ഇവിടെ. സാധനം അവിടെ നിങ്ങൾ കൊണ്ടുവന്നിട്ടൊക്കെ വേണ്ട, ബുദ്ധിമുട്ടാണ്. മീൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, പിടിച്ചാൽ പോരെ. എന്താ പറയുക,
കൽപ്പട്ടി ഒരു എന്താണ് നല്ല ഐലൻഡാണ്. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ് കൽപ്പട്ടി. അവിടെ കൽപ്പട്ടി പോയില്ലെങ്കിൽ മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള ടൂറിസ്റ്റേഴ്സ് അവിടെ കുറേ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇട്ട് പോയിട്ടുണ്ട്. വരുമ്പോൾ ഒരു കവർ എടുത്ത് പിടിച്ചു. അതൊക്കെ ഞാൻ പറയണേ, നിങ്ങൾ വരുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടുവന്നിട്ട് ഫ്ലാസ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നല്ലൊരു ഡിസൈനർ ഫ്ലാസ്ക് ഒക്കെ മേടിച്ചാൽ മതി. എപ്പോൾ വെള്ളം കുടിച്ചാൽ അതിൽ ഒഴിക്കാം. ഞാൻ സിറ്റേറ്റ് പറഞ്ഞാൽ ഞാൻ പറയുന്നത് നമുക്ക് ഡിസൈനർ കുപ്പികളുടെ ഒരു ബിസിനസ് മോണോപ്പൊളി കൊടുക്കാം. ഇവിടെ അല്ലേ? ഇവിടെ ഇങ്ങനെ മീൻസ് കടലിൻ്റെ ആർട്ടൊക്കെ വെച്ചിട്ടുള്ള ഡിസൈനർ കുപ്പികൾ എന്നിട്ട് ഇവർക്ക് കൊടുക്കാം. അതായത് പ്ലാസ്റ്റിക്കിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മളത് വിൽക്കുകയാണെന്നുള്ള പോലെ. അപ്പോൾ ഒരു മോട്ടീവായി. ബിസിനസ്സിൻ്റെ ഒരു തിയറി ആണല്ലോ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യരുത്, സഹായിക്കാൻ വേണ്ടി ചെയ്യണമെന്നാണ്. അൺലെസ് എല്ലാവരും പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്, എന്നാലും സഹായിക്കാൻ വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വേണമല്ലോ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് അങ്ങനെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ്. നമ്മൾ കൽപ്പട്ടി പോയില്ലെങ്കിൽ ഇതുവഴി ഇങ്ങനെ ഇറങ്ങി നടക്കുക വൈകുന്നേരം. ഞാൻ പറയട്ടെ, ഗ്ലാസ് ബോട്ടിൽ നിങ്ങൾക്ക് പോകുമ്പോൾ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള വ്യൂ ആണ് കിട്ടുക. ഐ മീൻ അവരിങ്ങനെ കൊണ്ടുപോകും, നിങ്ങൾക്ക് ചുറ്റും കാണാം. പക്ഷെ അതും അടിപൊളിയാട്ടോ, അടിപൊളിയാണ്. കടലിലിരുന്നിട്ട് സൺസെറ്റ്. ബട്ട് ഐ ആം മോർ ഓഫ് ലൈക്ക് ആൻ അൺട്രസ്റ്റഡ് പേഴ്സൺ. ഞാൻ അവിടെ പോകണം, ഞാൻ ഇങ്ങനെ ഇരിക്കണം എന്നൊന്നും ഒരാൾ പറഞ്ഞു തന്നിട്ട് ഇഷ്ടമല്ല. അവർ കാണാൻ സഹായിക്കുന്നതാണ്, സമ്മതിച്ചു. പക്ഷേ ഐ എം മോർ ഓഫ് എ ഡിസ്കവറി. ഞാനാണ് ആദ്യമായിട്ട് ഈ ഐലൻഡിൽ വന്നത്, അതുകൊണ്ട് ഞാനാണ് ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനത്തെ ഒരു മൈൻഡ് ഓണാണ്. ഇവരെന്നെ 2 ദിവസം മുന്നേ സ്നോർക്ലിങ്ങിന് കൊണ്ടുപോയിരുന്നു. സ്നോർക്ലിങ്ങിന് പോയപ്പോൾ ഞാൻ എന്നെ സ്നോർക്ലിങ്ങിന് കൊണ്ടുവന്ന ഒരാളുണ്ട്, സിനാൻ എന്നെ ഗ്ലാസ്സൊക്കെ വെക്കാൻ പഠിപ്പിച്ചെന്ന്. എന്നിട്ട് എന്നോട് പറഞ്ഞ അടിക്ക് നോക്കാൻ പറഞ്ഞു. അടിക്ക് നോക്കിയപ്പോൾ ഉണ്ടാ മീൻ. ഞാൻ എന്നിട്ട് സിനാനെ ഇങ്ങോട്ട് ഒരു മീൻ കാണിച്ചേ, ഓടി വാ. സിനാൻ വിചാരിച്ചു, പേടിച്ചു. ഞാനെന്തോ വലിയ സംഭവം ഞാൻ കണ്ടു നോക്കി സിനാൻ പേടിച്ചു. നോക്കുമ്പോൾ മീനെ കാണിച്ചു നോക്കാൻ വിളിച്ചോ, അവൻ ബിസിയായി. ഈ വ്ളോഗ് എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. പോസ്റ്റ് ചെയ്ത ആരും കാണാനും മുള്ള 15 മിനിറ്റ് ഞാൻ വർത്താനം പറയുന്ന കാര്യം കാണണം. ഐ മീൻ ഇത് ഞാൻ തന്നെ വയസ്സാകുമ്പോൾ എനിക്ക് തന്നെ കാണാനുള്ളതാണ്. വയസ്സാകുമ്പോൾ ചിലപ്പോൾ അധികം നടക്കാനൊന്നും പറ്റാതെ ഡയബറ്റീസ് വന്നാലും വന്നിങ്ങനെ നടക്കാനുണ്ടാവും. അറിയില്ല, എന്തായാലും വയ്യാണ്ടായി നടക്കാൻ പറ്റാണ്ടൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എവിടെയും പോകാൻ പറ്റാണ്ടാവുമല്ലോ, ബുദ്ധിമുട്ടാവുമല്ലോ. അന്നേരം ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരില്ല ഞാൻ എന്താ ചെയ്തിട്ടില്ല. കുറേ നേരം വെറുതെ ഇരിക്കുകയായിരുന്നു ഇവിടെ, ബട്ട് ഓർമ്മ വരുമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നു തന്നെ ഉള്ളൂ, കുറേ ഇൻഫർമേഷൻ. ഈ വീഡിയോ യൂട്യൂബിൽ വരരുതേ. ഈ ക്യാമറ ആദ്യമായിട്ട് വെച്ചിട്ട് ഇത്രയും ലെങ്ത്തുള്ള വീഡിയോ എടുക്കുന്നത്. ഞങ്ങളങ്ങനെ ഇതാണ് അഗത്തി ഐലൻഡിൻ്റെ അറ്റം. അഗത്തി ഐലൻഡ് അല്ല, അത് കപ്പട്ടിയാണ്. അതാണ് കൽപ്പട്ടി ഐലൻഡ്. അറ്റെന്നൊക്കെ പറഞ്ഞാൽ വിചാരിക്കും എങ്ങനെ അറ്റെന്നൊക്കെ പറഞ്ഞാൽ കുറേ ദൂരം നടന്നു. കുറേ ദൂരം നടന്നല്ലോ, 1 കിലോമീറ്റർ നടന്നില്ലേ? ഇവിടുന്ന് കുറച്ച് കോറൽ പറക്കണമെന്നുണ്ട്. ഞാൻ പറക്കി കഴിഞ്ഞ് വീഡിയോയിൽ കണ്ടാൽ കാണുന്ന ആൾക്കാരെ എനിക്ക് എല്ലാവരും കോറൽ പറക്കും. അതാരും കാണാതെ വീഡിയോ ഓഫ് ചെയ്തിട്ടാണ്. ഇത് ഇല്ലീഗലാണ്, ഇല്ലീഗലാണ്, ആരും എടുക്കരുത്. ഈ വീഡിയോയിൽ ചിത്രീകരിച്ചാൽ കളി ഉണ്ടാക്കുന്ന പോലെ ചെയ്യില്ല. ആ കാണുന്നതാണ് കപ്പി. റിമോട്ട് ഐലൻഡുകൾ നല്ല രസമാണ്, ആരും ഇല്ലാത്തത്. പക്ഷേ വേസ്റ്റൊക്കെ കൊണ്ടിടുമ്പോൾ നമുക്ക് എന്താണ് എന്ത് സ്വന്തമായിട്ടൊരു വ്ളോഗൊക്കെ സീൻ തന്നെ. ആരും കാണുന്നില്ല, അതുകൊണ്ട് ആരും കാണുന്നില്ല. എന്നാലും ഞങ്ങൾക്കിങ്ങനെ സ്വപ്നം കണ്ടു തുടങ്ങി. ഞാൻ ഇൻ്റർവ്യൂ എടുക്കുന്നത് നീലക്കുയിലൊക്കെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ഞാൻ ആളെ ഫുള്ള് തെറി പറയും. ആളെ ഫുള്ള് തെറി പറയുന്നേക്കാനാണ് ആവശ്യം. ആളെ പോലെ എടുക്കണം. നീലക്കുയിലിൻ്റെ പോലെ കാര്യമില്ല. ഞാൻ നീലക്കുയിലിനോട് നീലക്കുയിൽ എടുക്കാൻ വന്നാൽ ഞാൻ ദേഷ്യപ്പെട്ട് പ്രതികരിക്കും. അയാൾ അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അപ്പോഴല്ലേ ആൾക്കാർ കാണുള്ളൂ. അയാളെ തെറി വിളിച്ചാലും റീച്ചാണ്, അതാണ് എൻ്റെ കോമഡി. അപ്പോൾ ഇയാളെ വീഡിയോ ഇത് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ആ വീഡിയോ കാണുമോ? ഞാനൊരു വ്ളോഗറല്ല, നമ്മളിങ്ങനെ സാധാരണ ചുമ്മാ എടുക്കില്ലേ അതുപോലെ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എഡിറ്റിംഗ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഇതിൽ എഡിറ്റ് അറിയുന്നുള്ളവരിൽ എഡിറ്റ് അറിയും കേട്ടോ. ഇനി ഭയങ്കര സാഹസികമായ മൂവ്മെൻറ്റുകളാണ്. ഇനി ഒരു വടി കിട്ടിയില്ലെങ്കിൽ കുത്തിപ്പിടിച്ച് ഇനി എൻ്റെ വിഷ്വൽസ് കുറവായിരിക്കും, കാരണം അവൻ വീഴാൻ നോക്കുന്നതായിരിക്കും കൂടുതൽ. ഓക്കെ, അങ്ങനെയാണ് ഞാൻ നിന്നെ എടുക്കാം.
ഇതൊന്നും സംഭവം എൻ്റെ വീഡിയോ ഇതുണ്ടോ ഈ വ്ളോഗുകളിൽ പോസ്റ്റ് ചെയ്യാൻ കാണിച്ചു നിങ്ങളിങ്ങനെ എനിക്കും കൂടി ഒരു വടി തരുമോ? ഞാനൊരു വടി സംഘടിപ്പിച്ചിട്ടുണ്ട്. എനിക്കും കൂടി ഒരു വടി തരുമോ? അത് അല്ലെങ്കിൽ കൊടുക്കാൻ എനിക്ക് വടിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓടിച്ചേരണോ? വെയിറ്റ് ചെയ്യടാ, ഞാനും വരാം. ഇത് കുത്തിപ്പിടിച്ച് നടക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. ഇതൊരു ചെറിയ വടി. ഏത് ഓടിക്കാൻ പറ്റുന്നില്ല. അല്ല നീ ഓടിക്ക്. എനിക്കറിയില്ല. അറിയില്ല. കുഴപ്പമില്ല, അത് കൊണ്ടാ കൊണ്ടാ. പറയുകയാണെങ്കിൽ വണ്ടി കുത്തിയിരിക്കും. ചേച്ചി ഈ പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ 43,000 കൊടുക്കുന്നുണ്ട്. നല്ല കാറ്റൊന്നും കേൾക്കില്ല. EMI എടുത്ത് ജീവിതം നശിപ്പിക്കുന്ന ഏർലി 20s ഒരാളാണ് വടി അവിടെ ഉണ്ട്. EMI ഓൾറെഡി ജീവിതം നശിച്ച ഏർലി 20s. ഞാൻ ഒരു സാധനവും EMI എടുക്കാറില്ല. എന്നെ പ്രോത്സാഹിപ്പിച്ച് EMI എടുപ്പിച്ചവരാണ് ദേവൻ. അവന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് റിസ്ക് എടുക്കണമല്ലോ. ഞാനെല്ലാം എടുക്കുന്നത് മുളവടി കണ്ടല്ലോ. നമ്മൾ ഈ മുളയിലുള്ള സാധനങ്ങൾ വേണമെങ്കിൽ കാണിച്ചു തരാം. ആൾക്കാർ കാണുന്നില്ല. കണ്ടോ ഈ മുളയിലുള്ള സാധനങ്ങൾ കണ്ടോ? ഇതൊക്കെ മുട്ടകളാണ്. ഇതൊക്കെ എന്താ? മുട്ടകളാണ്. എന്തിൻ്റെ മുട്ടകളാണെന്ന് എനിക്കറിയാം. അങ്ങനെയല്ലേ ഇതിന് പോലെ എയർപോർട്ടിനെ ചുറ്റും വീഡിയോ എടുത്താൽ കോമൺ സെൻസ് ആണോ ചോദിച്ചാൽ എങ്ങനെ നമുക്ക് 2 മിനിറ്റ് ഇവിടെ ഇരുന്ന് സായാഹ്നം ആസ്വദിച്ചു. ഇല്ല, അവിടെ അങ്ങനെ പോയാൽ സൂര്യൻ അസ്തമിച്ച് ഇവിടെ ഫുള്ള് ഇരുട്ടാവും. അത് ശരിയാണ്. പക്ഷെ നമ്മൾ അന്ന് വന്നതിനേക്കാളും കുറച്ചും കൂടി വെളിച്ചമുണ്ടല്ലേ? അന്ന് വന്നപ്പോൾ ഭയങ്കര ഇരുട്ടാവുന്നില്ല. അന്ന് വന്നപ്പോൾ ഞങ്ങൾ ജെറ്റ് സ്കീ ഒക്കെ കണ്ടു. ജെറ്റ് സ്കീയിൽ ആൾക്കാർ പോകുന്ന കൊതിയോടെ നോക്കി. ഇങ്ങോട്ടോ ഒന്നും കേൾക്കില്ല. ഇത്രയും അൺപ്രൊഫഷണൽ ആയിട്ടൊരു വ്ളോഗ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമ്മൾ എത്രയോ വ്ളോഗുകൾ യൂട്യൂബിൽ കണ്ടിട്ട് പുച്ചിക്കാരെന്ന് പറയും. അതുപോലെ ആൾക്കാർ പുച്ചിക്കുന്ന ഒരു വ്ളോഗായിരിക്കും. അതിൻ്റെ പുച്ചിക്കും. ചില ആൾക്കാരൊക്കെ വ്ളോഗ് എടുത്ത് നോക്കുള്ളൂ. നമ്മളിങ്ങനെ തമ്പനയിൽ ക്യാച്ച് ചെയ്ത് തമ്പനയിൽ വെച്ചാൽ മതി. ക്യാമറ എങ്ങനെ പിടിച്ചതിൽ ഫോട്ടോ എടുക്കും. ലക്ഷദ്വീപിലേക്ക് എന്താ പറയാ അത് ഓഫായിക്കാം. അതിൽ ചാർജ് കുറവാണ്. ഞാൻ ഇങ്ങോട്ടൊന്ന് തിരിച്ചു പോകാൻ പറ്റില്ല. ഇതൊക്കെ ഇതിൽ കിട്ടുന്നുണ്ടാവും. ഈ കല്ലുള്ള ഇന്ത്യക്ക് ഒരു ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ അങ്ങനെ ആയത് കേട്ടെ. ബംഗാളത്തേക്കുള്ള എൻട്രി അങ്ങനെയാണ് ഒരു വേൾഡ് ക്ലാസ് ടൂറിസ്റ്റ്. പക്ഷെ എന്ത് കാര്യം ചീപ്പാകുമ്പോൾ ആൾക്കാരത് എക്സ്പ്ലോയിറ്റ് ചെയ്യും. ചീപ്പാക്കി നിർത്തുന്നില്ല. എങ്ങനെ പ്രൈവറ്റ് എയർലൈൻസസ് ഒക്കെ ഇങ്ങോട്ട് വരുമ്പോൾ 5,000, അങ്ങോട്ട് പോകുമ്പോൾ 50,000 തിരിച്ചു കൊണ്ടിരിക്കാൻ പറ്റി. എനിക്ക് തിരിച്ചുള്ള ടിക്കറ്റ് അറിയുന്നത്. പക്ഷേ അത് ദ്വീപുകാർക്കും ബുദ്ധിമുട്ടാണ്. ദ്വീപുകാർക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു ദ്വീപുകാർക്ക് അതിലൊരു കൺസെഷൻ കൊടുക്കണം. ഫ്ലൈറ്റിലല്ലേ? കാരണം കപ്പൽ ആകെ 2 ഉള്ളൂ. അതെ,
അതിലവർക്ക് പോകാൻ പറ്റുന്നില്ല. 10 കപ്പലിന്റെ എണ്ണം ദ്വീപിൻ്റെ കുറവാണ്. ദ്വീപുകാർക്ക് മാത്രമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന കപ്പലുകളൊക്കെ വേണം. ടൂറിസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ കുഴപ്പമില്ല, ദ്വീപുകാരുടെ എണ്ണം കുറയ്ക്കത്തില്ല. നല്ല വെളുത്ത മണലാണ്. നമ്മുടെ നാട്ടിൽ പണ്ട് ഇതുപോലെ ഇതുപോലെയോ? ഇതുപോലെയൊന്നും ആയിരിക്കില്ല. കോഴിക്കോട് ചിലപ്പോൾ കാരണം ഇത് കോറലാണ്. ഉണ്ടാവില്ല. കോറൽസ് നിന്നുണ്ടായ മണ്ണാണ്. അപ്പോൾ അവിടുത്തെ മണ്ണ് എങ്ങനെ ഉണ്ടായി? അവിടെ കല്ല് പൊടിഞ്ഞിട്ടോ? മറ്റേ അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലുണ്ടായ പാറല്ലേ. ഏത് കോഴിക്കോടോ? ഇന്ത്യൻ്റെ കോണ്ടിനെൻ്റൽ പ്ലേസ് ഒക്കെ ചിലവരുണ്ടല്ലോ, ചിലവർ അങ്ങനെ ഒരു ചില വർത്താനൊക്കെ പറയുമ്പോൾ കേട്ടിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാ, ഇതുകൊണ്ടൊന്നും നമുക്ക് അരി വാങ്ങാൻ പറ്റൂലല്ലോ എന്നൊക്കെ. ആ പക്ഷെ മണ്ണുണ്ട വർത്താനം കേട്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്നോണ്ടാണ് എനിക്കിതൊന്നും അറിയാൻ പാടുള്ളത്. പക്ഷേ ദ്വീപ് ഉണ്ടായതൊക്കെ എല്ലാവരും പഠിക്കണം. കോറൽ കുറേ ബാക്ടീരിയ ഇട്ടിട്ടാണ്. സത്യം പറയല്ലോ, കോറലെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കടലിൻ്റെ അടിയിൽ കുറേ കല്ലുകൾ. അതെങ്ങനെ ഉണ്ടാവുന്നതെന്നൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു ബാക്ടീരിയയുടെ അപ്പിയാണ്. പിന്നെ പാടൊന്നും അറിയില്ല. പിന്നെ എന്താ പറയുക, ഇതാണ് പാർലമെന്ററി തിരുവനന്തപുരത്താരും പറയൂ. എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ആരും പുറത്തുനിന്ന് ചൈനീസാണ്. ചൈനീസ് കൊറിയോ ചൈനീസാണ് എഴുതിയിട്ടില്ല. അത് ഇവിടെ കൊണ്ടുവന്നേക്കണേ. എന്താണ് പ്രശ്നം? ഈ കുപ്പികൾ ഇടുന്നവർക്ക് അവരുടെ മക്കളോടുള്ള സ്നേഹം കുപ്പി മാത്രമേ കാണാം. അതന്നെ, ഫുള്ള് പ്ലാസ്റ്റിക് ആയിട്ട്. ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിക് പുറത്ത് കളയുന്നവർക്ക് അവരുടെ മക്കളോട് സ്നേഹം. ഒരു ജപ്പാനിലുള്ളതൊക്കെ പോലെ പ്ലാസ്റ്റിക് പണ്ടൊക്കെ എങ്ങനെയായിരുന്നു അറിയോ? പണ്ടൊക്കെ ഈ സ്ഥലം ഭയങ്കര അടിപൊളിയായിരുന്നു. നശിപ്പിച്ചോ ശരിയാ പറഞ്ഞേട്ടാത്തോന്നും നമ്മളൊന്നും വെച്ച് നമ്മൾ നശിപ്പിച്ചോ. ശരിക്കും ഒരു സ്ഥലത്ത് വരുമ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ ഒരു ടൂറിസ്റ്റുകാരെ എന്നാലും മുതലാളിമാരായാലും ചിലർ ഭയങ്കര പൈസക്കാർക്ക് ആർത്തിയില്ലാത്ത എനിക്ക് കിട്ടിയാലും ഞാൻ എടുക്കും. ഇതൊന്ന് കട്ട് ചെയ്യണം. ഇതൊക്കെ എൻ്റെ മോറൽ ആസ്തെറ്റിക്സ് മോറൽ വാല്യൂസ് ആണ്. മോറൽ വാല്യൂസിന് ആസ്തെറ്റിക് ഉണ്ട്. അതായത് നമുക്ക് പശുവിനെ കൊന്ന കുഴപ്പമില്ല, പശുവിനെ വെട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഫുഡിനല്ലേ. ആ സമയം പട്ടിനെ കൊന്ന സീനാണ്. അങ്ങനെയല്ല, പട്ടിനെ കൊല്ലൊന്നും പോട്ടെ, മറ്റേ ചെടികൾ അതിനും ജീവനല്ലേ. ചെടികൾക്ക് കണ്ണൽ കുത്താണ്ടോ ആയിക്കോട്ടോ. ചെടികൾക്ക് ഇമോഷൻസ് ഉണ്ടെന്ന് നീ രാവിലെ പറഞ്ഞില്ലേ? വെയിറ്റ് ചെയ്യും, ഒന്നും കേൾക്കില്ല. ഞാനവിടെ എത്തിക്കോട്ടെ. ചില കൺസെപ്ഷൻസ് ഭയങ്കര മോശമാണ്. ഉദാഹരണത്തിപ്പോൾ പോർക്കിൻ്റെ ചില ഫാമുകളൊക്കെ കണ്ട് ഞെട്ടിപ്പോകും. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ. പക്ഷേ അവരെ ടോർച്ചർ ചെയ്തിട്ടാണ് പുതിയ പുതിയ പോർക്ക് പന്നികളെ ഉണ്ടാക്കിയെടുക്കുന്നത്. പന്നികൾക്കാണെങ്കിൽ നമ്മളെ പോലെ തന്നെ ഇമോഷൻസ് ഭയങ്കരമായിട്ടുള്ളതാണ്. എനിക്ക് ശ്രീനിവാസൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അല്ല ഇൻ്റർവ്യൂവിലല്ല, ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. നായിക ചോദിക്കാൻ എന്താ ചിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ പറയും ജീവികളിൽ ആകെ ചിരിക്കുന്നത് മനുഷ്യനല്ല, അതുകൊണ്ടാണ്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി തെറ്റാണ്. വേറെ ജീവികൾ ചിരിക്കും, കുറേ ജീവികൾ ചിരിക്കും. അവിടെയൊക്കെ നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്. ഞാൻ തല വീണെൻ്റെ തല പൊട്ടാണ് അറിയാവുന്ന വീണെൻ്റെ തല പൊട്ടാണെന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ മക്കളായിരുന്നു. തല പൊട്ടിയാനൊക്കെ ഇങ്ങനെ മക്കളുണ്ടാവും. അതല്ലേ പറഞ്ഞ മക്കളാരും കാണില്ല. മക്കളെന്തായാലും ഹെറിഡിറ്ററി പെട്ടെന്ന് ഹെറിഡിറ്ററി ആയിട്ട് മുടി കൊഴിച്ച് എന്തായാലും കിട്ടും. അങ്ങനെ എന്തൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ട്, ഷെല്ലുകളാണ്. ഞങ്ങൾ 2 ദിവസം തന്നെ തീരത്തിരുന്നിട്ട് തീരത്ത് മീൻസ് അയ്യോ പോയനെ എവിടെ ഇരുന്നാലും തീരാണല്ലോ. തീരത്ത് തന്നെ ചർച്ച ചെയ്യാം. ഞങ്ങൾ ബിസിനസ് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. ബിസിനസ്സും ചർച്ച ചെയ്യില്ല, മറ്റുള്ള മനുഷ്യ സാഹചര്യങ്ങളും ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ റിലേഷൻഷിപ്പ് മാത്രമല്ലല്ലോ പേഴ്സണൽ പ്രോസസ്. സോ
ടോപ്പിക് ആയിട്ട് ഓക്കെ, ഇന്റലിജന്റ് ആയിട്ട് ആയിട്ട് ചിന്തിച്ചു. നമ്മളെങ്ങനെ ഭൂമി ഉണ്ടായി, എങ്ങനെ കടലുണ്ടായേ, എങ്ങനെ സ്റ്റാർസ് ഉണ്ടായി, എങ്ങനെ ബിഗ് ബാങ് തിയറി ഉണ്ടായി, ഇതൊക്കെ ചർച്ച തുടങ്ങി. രണ്ടെണ്ണം അതിൻ്റെ ഒരു പുല്ലും അറിയില്ല, ചർച്ച കൊണ്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇപ്പോൾ ആൾക്കാർക്കും കുറച്ച് എന്നിട്ട് ഞങ്ങൾ ചർച്ച ചെയ്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. ഭൂമിയുടെ അത്ഭുതം തന്നെ. എന്തോരം കാര്യങ്ങളാണ് ഭൂമിയിലുള്ളത്. ഇത് കുറച്ച് നേരല്ലേ കല്ലുള്ള ഭാഗം കഴിയുന്നവരെ മിണ്ടാണ്ടടക്ക. അല്ലെങ്കിൽ കുറെ മണ്ണൊക്കെ പോയി, കല്ല് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇത് വേലിയേറ്റ സമയമല്ല, കല്ലൊക്കെ പോയി. വേലിയേറ്റ സമയമാണെങ്കിൽ ഈ വ്ളോഗ് ശരിക്കും പോസ്റ്റ് ചെയ്യോ? യെസ്, ഈ വ്ളോഗ് പോസ്റ്റ് ചെയ്ത് ആരും കാണില്ല, ഇത്രയും ലെങ്ത്തുള്ള വീഡിയോ. അതിനെന്താ, കാണാൻ വേണ്ടിയിട്ടാണോ പോസ്റ്റ് ചെയ്യുന്നത്? 52 സെക്കൻഡുള്ള എൻ്റെ റീല് പോലും 50% പേര് 3 സെക്കൻഡേ കാണും. ഇതായിരിക്കും കാണാൻ വേണ്ടിയിട്ടല്ല പോസ്റ്റ് ചെയ്യുന്നത്. അതാണ് എൻ്റെ പ്രത്യേകത. നമ്മൾ സെൽഫ് സാറ്റിസ്ഫിക്കേഷൻ. ഇനി ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഡിപ്രഷൻ ആയിട്ടിരിക്കുകയാണ് എടുത്ത് കാണാൻ. ഡിപ്രഷൻ ആയിട്ടിരിക്കുമ്പോഴത്ത് കാണാം. അപ്പോൾ കുറച്ചുകൂടി ഡിപ്രഷൻ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ലൈഫിൽ. ആരും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒറ്റക്കൊന്നും ഇങ്ങോട്ട് വരരുത്. അതെ, ഒറ്റയ്ക്ക് നിങ്ങൾ വരരുതല്ലോ. നിങ്ങൾ വീണ് കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് കിടന്ന് കരേണ്ടി വരും. ഒറ്റയ്ക്ക് നിങ്ങൾ പോരുതെന്ന് പറയുന്നുണ്ടോ? ഇവിടുന്നൊക്കെ വീണ് തല അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചാവേണ്ടി വരും. വീണ് കഴിഞ്ഞാൽ വിളിച്ചോണ്ട് വരാറിനും പോയിട്ട്. വിളിച്ചോണ്ട് വരൊന്നുമില്ല. പിന്നെന്ത് ചെയ്യും? നീ ഒന്ന് കത്തയക്കും. ഞാൻ പോകുന്ന ഏതെങ്കിലും ബോട്ടുകാർക്ക് കൈ കാണിക്കും. പോകുന്ന ബോട്ടുകാർ ഇവിടെ പിന്നെ മറ്റ് ബോട്ടുകാരുണ്ടല്ലോ. അതിൽ എയർപോർട്ടിൽ നാളെ മറ്റേ ബേർഡ് ചേസർ വരുമല്ലോ നമ്മുടെ. വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ കഴിവുണ്ടാവും. നനയാണ്ട് നടക്കാന്ന് വിചാരിച്ച നടന്നില്ല. ഈ അടുത്തൊന്നും ഇത്രയും എൻ്റെ മനയെ ചെറുപ്പത്തിൽ ലാവ സാധനം കളിക്കാറുണ്ട്. ടി വിയിലാണ് അതിൽ ലാവയാണ്. സ്ലിപ്പാവാണ്ട് നോക്കിക്കോട്ടോ, സ്ലിപ്പാവാണ്ട് നോക്കിക്കോ. സ്ലിപ്പായാൽ എൻ്റെ പല്ലുണ്ട്. സ്ലിപ്പായി ചെരുപ്പ്. ഓ, ഇത് കുറെ ജീവികൾ, ഞണ്ടുകളൊക്കെ. ഞണ്ടുകൾ ഭയങ്കര സീനാണ്. ഞങ്ങൾ ഞണ്ടുകളായിട്ട് കളിക്കാറുണ്ട്. ഞണ്ടുകൾ ഇങ്ങനെ ഓടും. ഞണ്ടിനെ സർപ്രൈസ് ഞണ്ടിൻ്റെ വീട് മറ്റേ കുയിൽ കൊണ്ടുപോയിട്ട് മണ്ണിട്ട് കൊടുക്കും. ഞണ്ടിന് ഞങ്ങൾ ടാസ്ക് ഒക്കെ കൊടുക്കും. ധൈര്യം നീ പുറത്തോട്ട് തുറന്നു വരട്ടെ. ഒരു ഞണ്ടിനെ പിടിച്ച് വേറെ ഞണ്ടിൻ്റെ കുയിൽ കൊണ്ട് ഒരു മിനിറ്റ് അവിടെ സുഹൃത്തുക്കളെ, എപ്പോഴെങ്കിലൊക്കെ ഇവിടെ വരിക. എയർ ടിക്കറ്റിൻ്റെ പൈസ നോക്കിയിട്ട് വരിക. കുറച്ച് നേരത്തെ കൂടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര പൈസ കുറവിൽ ടിക്കറ്റ് കിട്ടും അല്ലേ? പക്ഷെ നീ കപ്പലല്ലേ വന്നത്, അതുകൊണ്ട്. ഞാൻ കപ്പലിലാണ് വന്നിട്ടില്ല. കപ്പൽ നിങ്ങൾക്ക് ഞാൻ പറയാം, നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ഐ മീൻ ഞാൻ കപ്പലിൽ പോകുന്നതിൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ കപ്പൽ തന്നെ വരണം. കപ്പലാണ് അടിപൊളി. കപ്പൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. രാവിലെ നിങ്ങൾക്ക് ഡോൾഫിനൊക്കെ കാണാൻ പറ്റും. ഡോൾഫിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല, അത് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഡോൾഫിൻ്റെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഇതൊക്കെ കാണാൻ പറ്റും. എന്താ പറയുക, ഡോൾഫിൻസിനെ കാണാം, പിന്നെ കിളിമീനിനൊക്കെ കാണാം, അങ്ങനെ പറക്കുന്ന മീനൊക്കെ കാണാം. ഭയങ്കര രസമാണ് കപ്പൽ. ഭയങ്കര രസം. കാരണം നമുക്ക് നെറ്റില്ല, ഫോണിൽ നെറ്റില്ല. എങ്ങനെ പോലും നിങ്ങൾ ഫോൺ നോക്കില്ല അൺലെസ് നിങ്ങൾ സിനിമ ഉണ്ടെങ്കിൽ. എൻ്റെ ഉണ്ടായിരുന്നില്ല, എന്നോട് ആരും പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു വൈഫൈ ഉണ്ടാവുന്ന. സത്യമായിട്ട് ഞാൻ വിചാരിച്ചെന്താ പറയാം,
കപ്പലിൽ നെറ്റില്ലാണ്ടിരിക്കുക, കപ്പലിലെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടോ? കപ്പലിൽ കയറിയിട്ട് ഇവിടെ നെറ്റില്ല, കുറച്ച് ടാസ്ക് ആണല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. കാണിച്ചിറങ്ങൊക്കെ എങ്ങനെ പോവാന്നൊക്കെ. നിങ്ങൾ വരുമ്പോഴേക്കും സാധനം ഇവിടെ ഉണ്ടാവില്ല. ഏതെങ്കിലും റിസോർട്ടുകാർ വെട്ടി വന്നോ. ഇതൊന്ന് പിടിച്ച് ഞാൻ ഇത് കയറ്റാൻ പറ്റുമോ കാല്? ഭയങ്കര നല്ല രസമാണ്. ഈ വ്യൂ ഭയങ്കര അടിപൊളിയാണ്. ദ്വീപല്ലേ, പ്രത്യേകിച്ച് ഈ ഏരിയ കണ്ടോ, മണ്ണൊക്കെ ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഭംഗിയുള്ള സ്ഥലങ്ങൾക്കൊക്കെ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും പറയില്ലേ? ഇവിടുത്തെ പ്രശ്നം നമ്മളാണ്. നമ്മളെന്നോട് പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടിട്ട് നശിപ്പിച്ചോളൂ. കണ്ടില്ലേ, ഇതിൻ്റെ ഏരിയയാണ് നശിച്ച് കഴിഞ്ഞ് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം ഇവിടെ നിന്നല്ല എവിടെ ആയാലും കണ്ട് അവിടെ ഇട്ടിട്ട് പോകാണ്ടിരിക്കുക അല്ലേ? പ്ലാസ്റ്റിക് ഞാനൊക്കെ വയസ്സായ എനിക്ക് ഒറ്റയ്ക്ക് വന്നിരിക്കണ്ടേ, ചുറ്റും പ്ലാസ്റ്റിക്കാണെങ്കിൽ ദേഷ്യം വരില്ലേ? പാലിക്കണം, നീട്ടിട്ട് പോയ പ്ലാസ്റ്റിക്കാണ് അവിടെ ഇരിക്കുന്നില്ലേ? ഞങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാം. അതാരാ? ഹരിതകർമ്മസേന അറിയില്ല, ഇവിടെ ലക്ഷദ്വീപിലില്ല. ഇത് ലക്ഷദ്വീപിലും വരേണ്ടതാണ്. നാട്ടിലൊക്കെ ഉണ്ട്, അത് പ്ലാസ്റ്റിക് ഒക്കെ എടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ വൃത്തിയാക്കി കൊടുത്താണ്. വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ. അവിടെ ഉണ്ട്, കോഴിക്കോട് എടുക്കാൻ വരുന്നുണ്ട്. ഈച്ചാ ആദ്യം വന്നപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാൽ തിരിച്ചു വരുന്നതാണ് പറഞ്ഞത്. പിന്നെ നാടാണ് എന്തൊക്കെ അപ്പോൾ വരുന്നില്ല. ഞാൻ 2 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വന്നു. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വന്ന് പോകുന്നില്ല, അഡിക്റ്റായി. നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കയറിക്കണം. ആണ് ഞാൻ പിടിക്കുന്നത് നടക്കാം. പക്ഷെ അത് നടന്നു പോകുന്നു ഞാൻ കാണിച്ചു. അതേ പോയി വീണില്ല. ബാക്കി നമ്മൾ എന്തുകൊണ്ട് ഈ സ്ഥലത്ത് കൂടെ വന്നോടാം. ഇതൊരു ഭൂമി ഉണ്ടെങ്കിൽ എനിക്കറിയില്ല പ്രശ്നം. ഭൂമി പറ്റുമോ? സ്നോർക്ലിംഗ് ക്ലാസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മറ്റേ ഒരു ചാട്ടല്ലേ ഇങ്ങനെ പേര്, മറ്റേ നേപ്പാളിലേക്ക് പോയി നടക്കുന്നതല്ലേ? സുഹൃത്തുക്കളെ, നിങ്ങളിത് കാണണം. ഈ പൊൻപരാത കിട്ടുന്നില്ല പറയുന്ന പോലെ ഈ പൊന്നു വീണ് കിടക്കുന്ന ഈ ഓഷ്യനല്ല സമുദ്രം. ഞാൻ സത്യം പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിട്ട് മഴയൊക്കെ സൺസെറ്റ് കണ്ടില്ല. വൃത്തിയായിട്ട സൂര്യൻ ജന്മം പോയാൽ അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞാൻ വന്നതിന് ശേഷം. ഏയ് അത് അടിപൊളി സൺസെറ്റാണ്. ഞാൻ ഇവിടെ വന്നിട്ട് മര്യാദക്ക് സൺസെറ്റ് കണ്ടത് ഓർമ്മയില്ല. ഇത് അടിപൊളി സൺസെറ്റ് ആണല്ലോ, നല്ലൊരു സൺസെറ്റാണ്. ഇന്നലത്തെയും കുഴപ്പമില്ലായിരുന്നു കേട്ടോ, ഇന്നലത്തെ അടിപൊളിയായി. ഇന്നലത്തെ ഈവനിങ് ഇവന് ഭയങ്കര നൊസ്റ്റാൾജിക്കായിരുന്നു. അതുകൊണ്ട് അവൻ അതും ഇമോഷൻസും ബീച്ചും കാറ്റും ഈവനിങ് ഒക്കെ കൂടി ചേർത്തപ്പോൾ അവൻ സൺസെറ്റ് ഭയങ്കര ഇഷ്ടമാണ്. സത്യം ചില പാടങ്ങൾ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ നമ്മളെ കൂടെ വല്ല കമ്പനിയുള്ള ടീംസൊക്കെ ഉണ്ടെങ്കിൽ ആ പാടം നമുക്ക് ഇഷ്ടമായിട്ട് അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയല്ല കേട്ടോ. നീ ഇന്നലെ എൻജോയ് ചെയ്തില്ല? ഞാൻ എൻജോയ് ചെയ്തല്ലോ. മീൻസ് ഞാൻ എൻജോയ് ചെയ്തു, പക്ഷെ എനിക്ക് അതിനേക്കാളും എൻജോയ് ചെയ്ത സ്ഥലങ്ങളുണ്ടെന്നാണ് ഞാൻ. നിങ്ങളൊരു സ്ഥലം എൻജോയ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇന്നലെ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി, അവിടെ പോയി ഇരുന്നപ്പോഴത്തേക്ക് വെയിലില്ല. എന്നിട്ട് നല്ല അടിപൊളി സ്ഥലം. അടിപൊളിയാണ്. ആ പക്ഷികൾ കിട്ടിയോന്നറിയില്ല. പക്ഷികളെ സ്കീനാണ് ഭയങ്കര സ്കിൽഡായിട്ടുള്ള പക്ഷികളാണ്. നാട്ടിലത്തെ പോലെ നാട്ടിൽ കാക്കിക്ക് എന്താ തീറ്റ കൊടുക്കാം. ഒരു കാല് വയ്യത്ത് കാക്കിക്കാണ് അച്ഛൻ തീറ്റ കൊടുക്കുന്നത്. ആ കാക്കയുടെ ഫുഡ് തട്ടിപ്പറിക്കാനായിട്ട് വേറെ കുറേ കാക്കകൾ അമ്മാരി മടിയന്മാരെ വീടിൻ്റെ ബാക്കി പോയി എടുത്ത് തിന്നാന്നുള്ളൂ. അതൊന്നും ചെയ്യില്ല. ഇവിടുത്തെ കാക്കകളെന്ന് സ്കിൽ കാക്കകളല്ല, പക്ഷേ സ്കിൽഡാണ്. സപ്തമസ്കരയിലൊക്കെ പറയില്ലേ, നാട്ടിൽ നിന്ന് പോകുമ്പോൾ 10 പേരെ പറക്കുക, അതിൽ 7 ഇന്റർനാഷണൽ വേസ്റ്റോളാണ്. പക്ഷെ ജയിലിലെ സ്ഥിതി അല്ലതല്ല കേട്ടോ. ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ കഴിവ് തെളിച്ചിട്ടുള്ള ആൾക്കാരാണ്. എന്തൊക്കെ വലിഞ്ഞിട്ടുണ്ടല്ലോ പറഞ്ഞത്. സൺസെറ്റ് സൺസെറ്റ് കട്ടുണ്ടാവില്ല, കാരണം കട്ടിയാറില്ല. എന്താ ചെയ്യുന്നതല്ല, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്.
അപ്പോൾ നല്ല കാറ്റിട ഒന്നും കേൾക്കുമോന്ന് അറിയില്ല കേട്ടോ. നിങ്ങളിവിടെ അച്ഛനുണ്ടെങ്കിൽ നിങ്ങളെ അച്ഛനമ്മേനെ, ഞാൻ എൻ്റെ അച്ഛനമ്മേനെ കൊണ്ടുവരുന്ന അച്ഛനെങ്കിൽ പൈസ ഇല്ല. ഇതന്നെ എൻ്റെ ചേട്ട സ്പോൺസർ ചെയ്താണ്. 24 എന്നല്ല മുമ്പായിട്ട് എല്ലാ ദിവസത്തെയും സൺസെറ്റ്. ഞാൻ പക്ഷേ അതിന് എന്താ പറയുക, വിദ്യാഭ്യാസത്തിന് കുറ്റം പറയില്ല. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ജോലി കിട്ടുന്നില്ല എന്ന് ഞാൻ പറയില്ല. കാരണം എനിക്ക് വിദ്യാഭ്യാസം ഉണ്ട്, എനിക്കറിയാം, എനിക്ക് എന്തോരം തേങ്ങ അറിയാം. വലിയ വിദ്യാഭ്യാസം ഡിഗ്രി ഉണ്ടെന്ന് വിചാരിച്ച് വലിയ പഠിപ്പൊന്നുമില്ല എന്ന് എനിക്ക് നന്നായിട്ട് സ്വന്തമായിട്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് ജോലി കിട്ടാത്തതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് ഞാൻ വല്ലാണ്ട് കുറ്റം പറയുന്നില്ല. വിദ്യാഭ്യാസം മോശമാണ്, പക്ഷേ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി കിട്ടുന്നില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഈ സാധനത്തിലുണ്ടോ ആ വടി നീ സൂം ഫീച്ചർ ഇതിലില്ലെന്നാണ് എൻ്റെ നിഗമനം. ഇവിടെ ഒരു സാധനമുണ്ട്, സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് ഓടി അവിടെ അപ്പോൾ ഈ വീഡിയോ ഏകദേശം 40 മിനിറ്റ് കിടന്നു. 40 മിനിറ്റ് കിടന്നു ഈ വീഡിയോ എനിക്ക് തോന്നുന്നു ഒരു ആരും കാണുന്നില്ല. ഞാനിരുന്ന് കാണും കേട്ടോ. ആരെന്ന് അറിയോ, 40 മിനിറ്റ് ഞാൻ പറയണില്ലേ, രാത്രി ഉറങ്ങാൻ നേരത്തേക്ക് ഈ വീഡിയോ കണ്ടോ നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഉറക്കാൻ പറ്റും. ഞാൻ കാണാം, ഞാൻ ആസ്ട്രോഫിസിക്സിനൊക്കെ പറ്റി പഠിക്കാൻ നോക്കും. രാത്രി പഠിക്കാനല്ല, അത് കാണുമ്പോൾ പുറത്ത് വരും. ലെക്ചറിലിരിക്കുമ്പോൾ ഉറക്കം വരും. വ്ളോഗിങ് വരെ എളുപ്പമുള്ള വീഡിയോ അതിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം. പക്ഷെ നമ്മളിങ്ങനെ തൊഴിലായിട്ട് കാണാണ്ടിരുന്നാൽ മതി. അത് നടന്നു വന്നു നമ്മൾ വീഡിയോ എടുക്കും. അപ്പോൾ പേഴ്സണൽ ലൈഫും നമ്മൾ എടുക്കുന്നില്ല. പേഴ്സണൽ ലൈഫ് വേറെ ആരും ബുദ്ധിമുട്ടിക്കുന്നത് ബാക്കിയുള്ളവർ എടുക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല, അവർക്ക് വലിയ താല്പര്യമില്ലെങ്കിലും. അപ്പോൾ ഫസ്റ്റ് ദിവസം ഞങ്ങൾ വന്നപ്പോൾ ഞാൻ പറയുന്നില്ല, ഒരു വ്ളോഗറെ ഞങ്ങളുടെ വീഡിയോ എടുത്തിരുന്നു. അന്ന് ഭയങ്കര ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഭയങ്കര വ്ളോഗർ ആളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എൻ്റെ പേരെന്തായാലും സനീൻ വ്ളോഗ്സ്. ആൾ പാവാണ്, ഒരു വ്ളോഗർ. കുറേ വീഡിയോസ് ഉണ്ട്, ആളുടെ വീഡിയോസൊക്കെ അടിപൊളിയാണ്. കുഴപ്പമൊന്നുമില്ല. ആൾക്കിങ്ങനെ എന്താ പറയുക, ആളെ ഇൻ്റർനെറ്റിൽ കുറേ വ്ളോഗ്സ് ഉണ്ടല്ലോ, ആൾക്കാരെ അതൊക്കെ കാണും. ഞങ്ങളെക്കാളും നന്നായിട്ട് എന്തായാലും ആള് ലക്ഷദ്വീപ് വ്ളോഗ് എടുത്തിട്ടുണ്ടോ. ആൾ എഡിറ്റൊക്കെ ചെയ്യും, അതുകൊണ്ട് ഞങ്ങളെക്കാളും ഇത് ലക്ഷദ്വീപ് വ്ളോഗ് എന്നൊന്നും പറയാൻ പറ്റുള്ളൂ. ഇത് അടിപൊളിയാണ്. ഇത് ഇന്നലത്തെക്കാളും അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെയും അടിപൊളിയായിരുന്നു. ഇന്നലെ ആ സൺസെറ്റ് മാത്രമല്ല, സൺസെറ്റ് നല്ല അടിപൊളി കാറ്റുണ്ടായിരുന്നു. സൺസെറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്കൈ ഒക്കെ ക്ലിയർ ആയി. പറഞ്ഞില്ലേ, ഇമോഷൻസിനെ വെച്ചിട്ടാണ് എൻവയോൺമെന്റ്. അല്ലടാ, ആകാശം കണ്ടിട്ട് ക്ലിയർ ആയിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ക്ലിയർ ആയിട്ട് ശരിയല്ലേ? വട്ടം ഞാൻ കണ്ടത് എപ്പോഴാണ് എനിക്ക് ഓർമ്മയും കൂടി. ഞാൻ എടുക്കാം അല്ല നീ എടുക്കാം. ഒക്കെ കൊഴിഞ്ഞു. വന്നപ്പോൾ എന്ത് കളറിനായിരുന്നു അറിയും, വലിയ കളറൊന്നും ഉണ്ടായിട്ടില്ല. തിരിച്ചു പിടിച്ചോക്കാം. അവിടെ ഒന്ന് ലൂസാക്കി തിരിച്ചു പിടിക്കാൻ പറ്റും. എങ്ങനെ തിരിച്ചുപിടിക്കാം? അല്ല, ഇങ്ങനെ മറ്റോണം ഇങ്ങോട്ട് എന്നിട്ട് ആകാശം നോക്കാനാ ഇങ്ങനെ കാണിക്കും. ഈ ആകാശം കണ്ടോ? ഈ കടല് കണ്ടോ? ഈ മണ്ണ് കണ്ടോ? ഈ മിക്കതൊക്കെ ഫേമസ് ആവും. ഇതിലൊക്കെ ട്രോളാവും. ചങ്ങായിമാരുടെ കയ്യിലൊന്നും കിട്ടാൻ ആരും ട്രോളാവാൻ പോകുന്നില്ല. കാരണം 40 മിനിറ്റ് 50 മിനിറ്റൊക്കെ കണ്ട് എന്നെ ട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും പണിയില്ലാത്തവരെ നയിക്കണം. അത്രയും പണിയില്ലാത്ത ആരും ഉണ്ടാവില്ല. ഒന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. പക്ഷെ ഇതിൽ ഇതേപോലെ കിട്ടുന്നില്ല കേട്ടോ. കറക്റ്റ് ഞാൻ ഫോണിൽ സൂം ചെയ്ത് കാണിച്ചു തരാം. അതിന് പിന്നെ എന്തേ വീഡിയോ ഫോട്ടോ അതിൽ വീഡിയോ എടുത്തിട്ടുണ്ട് കുറേ. ഇതന്നെ അടിപൊളിയാണ്. വെറുതെ എടുത്തോ.
ഗൈസ് ഞാൻ പറയുകയാണെങ്കിലേ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തില്ല, വ്ളോഗൊന്നും ചെയ്തില്ല, നിങ്ങളിങ്ങനെ നടക്കണതൊക്കെ നിങ്ങൾ വീഡിയോ എടുക്കുക, എന്നിട്ട് വെറുതെ യൂട്യൂബിലിടാം. പബ്ലിക് ആക്കണ്ട, പ്രൈവറ്റ് ആക്കിക്കോ. എന്നിട്ട് യൂട്യൂബിൻ്റെ സ്റ്റോറേജൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. യൂട്യൂബിൻ്റെ ഇൻസ്റ്റഗ്രാം അവരൊക്കെ സ്റ്റോറേജ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മുടെ ഫോണിലും അതിലൊന്നും വെക്കണ്ട, ആ യൂട്യൂബിലാണ് കിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലോകത്ത് എവിടെ പോയി കാണാമല്ലോ. ഇതിൻ്റെ വീഡിയോ എടുക്കാം. കപ്പട്ടിയിലേക്കുള്ള വാക്കും തിരിച്ചുള്ള വാക്കാണ് ലക്ഷ്യം. ഈ അകത്തിലെ തന്നെ ഏറ്റവും യുണീക്ക് എക്സ്പീരിയൻസ്. പക്ഷേ ഞാൻ ഒറ്റ ടൂറിസ്റ്റിന് പോലും ഇവിടെ കണ്ടിട്ടില്ല. ഒരാൾ ആരും അറിയുന്നില്ല എവിടെയെങ്കിലും. കാരണം ഇത് ലീഗലാണോ അറിയില്ല, റെസ്ട്രിക്റ്റഡ് ഏരിയ എയർപോർട്ടായതുകൊണ്ട് നമുക്ക് ലീഗലാണോ. പക്ഷെ അവിടെ മാത്രമേ വേടി ഇട്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നടക്കരുത് എന്ന് പറഞ്ഞ് ലീഗലായിട്ടാണ്. പക്ഷെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അവിടെ കല്ലൊക്കെ ഉണ്ട്. അതിൽ വീണാലും കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നടക്കും. ഫുള്ള് പ്ലാസ്റ്റിക് ആണ്. ഇരിക്കണം കുറച്ച് നേരം. പോഡ്കാസ്റ്റ് പോലെ വെള്ളം കൊണ്ടുവരായിരുന്നു, കുടിക്കാൻ ദാഹിക്കുന്നുണ്ട്. വണ്ടി ആയിരിക്കും കടലിലെ വെള്ളം എന്തുകൊണ്ട് കുടിച്ചുകൂടാന്ന്, കടലിൽ ഒറ്റപ്പെട്ട് പോണാക്കാം. ഓ എന്ത് മണ്ടന്. നിന്നെ കണ്ട കറക്റ്റ് ടൂറിസ്റ്റ്, അകത്തുകാരനാന്ന് പോലും പറയില്ല, അത്രയും ടൂറിസ്റ്റ്. കുറച്ചങ്ങോട്ട് വിട്ടിരുന്നാൽ പോരെ. അല്ല ഇവിടെ ഇരിക്കാം, സൺസെറ്റ് ഏകദേശം സെറ്റാ പറയുന്നത്. ഇവിടെ അവിടെ നനഞ്ഞുണ്ട്, മണ്ണ് നനഞ്ഞുണ്ട്. ദിൽഷാദ് ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് ദിൽഷാദാണെങ്കിൽ ഒരു ദിവസം ഈ വീഡിയോ ഇവിടുന്ന് സൺസെറ്റ് ചെയ്യുന്ന ഒരു നല്ല ദിവസം നോക്കിയിട്ട് ടൈം ലാപ്സ് എടുത്ത് ടൈം ലാപ്സ് അതൊക്കെ സീനാണ്. സൂം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ. ചെയ്യാൻ പറ്റുന്നില്ല. ആരൊക്കെ അവിടെ നടന്നു? അവിടെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്, അവർക്ക് വീഡിയോയിൽ വരാൻ. ആ ഒരു വീഡിയോ നമ്മൾ അനുവാദം കൂടെ എടുക്കാൻ പാടില്ല. എല്ലാ വ്ളോഗിലും ഇങ്ങനെ ആൾക്കാരെ മാനിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാനത് സിറ്റിയിലൊക്കെ വ്ളോഗ് ചെയ്യുന്നൊക്കെ ബുദ്ധിമുട്ടാണ്. ശരി, നിങ്ങൾ എന്നെ കാണുന്നത് അടിപൊളി ഫോട്ടോ ആട്ടോ. സെറ്റ് എന്താ കാണാൻ ബാക്കിയുള്ളത്? അതാണ് അന്തിച്ചോപ്പോ? ഇല്ല, അന്തിച്ചോപ്പ് ഏതോ പാട്ടറി കേട്ടിട്ടുണ്ട്. തൃശ്ശൂർ ചുവപ്പ് എന്ന് പറയില്ല, ചുവപ്പ് എന്ന് പറയും. ഞാൻ എന്നിട്ട് മലയാളം പരിശീലനം എഴുതിയിട്ട് ചുവപ്പ് നിറഞ്ഞ ചുവപ്പ് നിറഞ്ഞൊക്കെ ഇത് രസമുണ്ട് കേട്ടോ, ഭയങ്കര രസമുണ്ട്. തീരാണ് ഇത്. ഞാൻ ലക്ഷദ്വീപിൽ ഈ അടുത്ത് കാണാൻ പോകുന്ന അവസാനത്തെ സൺസെറ്റ് ആയിരുന്നു. നാളെ കാണാൻ പറ്റില്ല, രാവിലെ. നാളെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയില്ലെങ്കിൽ നാളെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി. ഇനിയും ഫ്ലൈറ്റ് ക്യാൻസൽ ആയി ഇവിടെ തന്നെ തൊള്ളാൻ പറഞ്ഞു. കുറച്ചായ പറഞ്ഞിട്ട് ലക്ഷദ്വീപിൽ ഇനി കാണാൻ കുറേ ദ്വീപുകളുണ്ട്. ഞാൻ വലിയൊരു ഓഫീസറായിട്ട് ഈ വീഡിയോ പുറത്തിറങ്ങിയാൽ എൻ്റെ പവറൊക്കെ പിന്നെ ആരിങ്ങോട്ട് കയറ്റില്ല. ടൈം ലാബ് എടുക്കായിരുന്നു ഒരു ദിവസം വന്നിട്ട്. ടൈം ലാബ് എടുക്കും. എനിക്ക് എല്ലാ ദിവസം വരുമല്ലോ, ആരെങ്കിലും കൂട്ടിയിട്ട് വരാം. ഇവൻ വിചാരിക്കുന്നത് ഞാൻ പോയി കഴിഞ്ഞാൽ ഇവന് ഇതേ ബൈക്ക് ഉണ്ടാവും. പക്ഷെ ഉണ്ടാവില്ല. ഞാൻ എസെൻസ് ആണ്. വാനില എസെൻസ് എന്നൊക്കെ പറഞ്ഞ പോലെ എസെൻസ് ഞാനാണ്. നീ എന്നെ കൂട്ടാണ്ട് ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വന്നിട്ടില്ല. പക്ഷെ ആ എസെൻസ് ഞാൻ വാനില എക്സിസ്റ്റ് ചെയ്യും. ഐസ്ക്രീം ഉണ്ടാവാൻ വാനില ഉണ്ടാവും. നമ്മുടെ വ്ളോഗ് കാണാനായിട്ട് ആരും ഉണ്ടാവില്ല. അവരൊക്കെ നേരിട്ടൊന്നും കാണും. ഈ വ്ളോഗ് ഇട്ട് പൈസക്കാരായിട്ട് നമുക്ക് ടൂർ പോകാൻ പറ്റുമോ? വ്ളോഗ് കണ്ടിട്ടുണ്ടോ? ഭയങ്കര രസമുള്ള സ്ഥലം. ഒരു ദ്വീപ്
ദ്വീപാണ്. ദ്വീപ് റോഡ് മാർഗം ഇങ്ങോട്ട് സത്യം പറയട്ടെ, റോഡ് മാർഗം ഇങ്ങോട്ട് ആൾക്കാർക്ക് എത്താൻ പറ്റും. രാമേശ്വരമൊക്കെ അങ്ങനെയാണ്. ഞാൻ വന്നപ്പോൾ ഇവരോട് പറയാം, രാമേശ്വരം ഭയങ്കര ഡ്യൂസാണ്. ആർക്കിടെക്ചർ ഒരു ലാൻഡ്സ്കേപ്പിന് ഭയങ്കര ആൾക്കാരെന്ന് പറഞ്ഞ ടൂറിസം ഭയങ്കര അൺകൺട്രോളബിളായിട്ട് കൂടിയിട്ട് ചളിക്കളം നടത്തും. ഞാൻ പറയുന്നത് നല്ല നല്ല ടൂറിസ്റ്റ് സ്ഥലത്തേക്ക് ഒരു ടിക്കറ്റ് വെച്ചാൽ മതി. മീൻസ് ഇത്ര പെർമിറ്റ് ഇത്ര മാസത്തിൽ കൊടുക്കുള്ളൂ. അതെ, ചന്ദ്രൻ അറിയില്ല, അവിടെ ഉണ്ട് ചന്ദ്രൻ. എന്നാലും വലിയ വലിയ ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ അങ്ങനെയാണ് പെർമിറ്റ് കൊടുക്കും. ഇത്ര സമയത്ത് ഇത്ര ആൾക്കാർ വിടുള്ളൂ എന്നൊക്കെ. അതാ ശരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ വിചാരിക്കും അതെന്താ അങ്ങനെ ബാക്കിയുള്ളവർക്ക് വരണ്ടേ, ലോകത്ത് ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. അല്ല, എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് ഫുഡും കിട്ടില്ല. ഇവിടെ പച്ചക്കറികളൊക്കെ പുറത്തുനിന്ന് വരുന്ന കാരണം എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചുകൂടി നിങ്ങൾ ഞാനൊരു ടൂറിസ്റ്റ് ആയിട്ടല്ല, എൻ്റെ ടൂറിസ്റ്റ് ആയിട്ട് വരാനുള്ള അഫോർഡബിലിറ്റി എൻ്റെ അഫോർഡിങ് ഇല്ല. ഓരോ ദിവസം ഓരോ പള്ളിയിൽ നിന്ന് വിചാരിക്കും ഞാൻ ടൂറിസ്റ്റ് ആയിട്ട് വരാൻ ആഗ്രഹിക്കാത്തതാണ്, നല്ല അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓരോ ദിവസം ഓരോ പള്ളി കയറിയിട്ടാണ് ഭക്ഷണം. പള്ളിച്ചോറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു സന്തോഷമായി, ആശ്വാസം. ഇവിടെ എത്തിയിട്ട് ഞാൻ ഇന്നേരം ഹോട്ടലിൽ നിന്ന് അങ്ങനെ കാര്യമായിട്ട് ഭക്ഷണം കഴിച്ചില്ല. ചായയും കടിയല്ലാണ്ട് ചായയും കടിയും തിന്നുന്ന ചോറ് കഴിക്കുന്നു. ചായയും കടി എന്നൊക്കെ പറഞ്ഞാൽ മഴയില്ലാത്ത കടിയാണ്. ഹോട്ടലിൽ കയറിയിട്ട് ചായ പിടിച്ച് കഴിഞ്ഞിട്ട് 4 ചായ 20 കടി, 4 ചായ 30 കടി. ഇന്നലെ 5 ചായ 30 കടി. ഒരാൾ 5 കടിയൊക്കെ 6 കടിക്ക്. ഞാൻ കൂട്ടുകാരുണ്ട് ഇജാസ്, ആ ഒരു ടേബിളിൽ ഇരുന്നിട്ട് 4 കടി, വേറൊരു കൂട്ടുകാരൻ അവൻ്റെ ഒപ്പം ഇരുന്നിട്ട് 5 കടി, ആകെ മൊത്തം 10 കടി 9 കടിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്ളോഗൊക്കെ വയസ്സാകുമ്പോൾ കാണാൻ പറ്റും. ഇതെടുത്ത് ഒരു 10-20 കൊല്ലം കഴിഞ്ഞിട്ട് ഇതെടുത്ത് കാണുമ്പോൾ വിചാരിക്കും കിട്ടിയ രോഗം വന്നത് എവിടെ നിന്നാണ്. ഭയങ്കര ലെയറായിട്ടാണ് വിളിച്ചത്. യെസ്, ഇതൊരു ടൈം ലാപ്പ് എടുക്കണം. ഇത് തോന്നുന്നു ഞാൻ പോകുന്നതിനായിട്ട് ദൈവം എനിക്ക് തന്നാണ്. ഇന്ന് സൺസെറ്റ് കണ്ടോ ഇപ്പോൾ തന്നോ. വന്നപ്പോൾ തൊട്ട് ദൈവം വാരി വാരി സത്യം. ഞാൻ ഇടയ്ക്ക് സ്വർഗത്തിലെത്തി. മീൻ ഭയങ്കര ഇഷ്ടം. രാവിലെ മീൻ, ഉച്ചയ്ക്ക് മീൻ, രാത്രി മീൻ. മീൻ വേണ്ടാന്ന് പറയുകയാണെങ്കിൽ മാത്രമേ മീൻ ഉണ്ടാവാണ്ടിരിക്കുള്ളൂ. വേണമെന്ന് പറയുകയാണെങ്കിൽ 100 മീനാണ്. വേണ്ടാന്ന് പറയുകയാണെങ്കിൽ അവിടെ ഉണ്ടാവും സൈഡിൽ. വേണം എപ്പോൾ വേണമെങ്കിലും ഡിസിഷൻ മാറ്റാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു മാന്യത വേണ്ടെന്നൊക്കെ പറയാം. എന്നാ പറയാ, രാവിലെ നമ്മൾ ഒരു 6 മണി മേടിക്കുക, എന്നിട്ട് ബീച്ചിൽ കൂടെ നടക്കുക, നല്ലോണം നടക്കുക, എന്നിട്ട് ചായ കുടിക്കുക. നിങ്ങളിപ്പോൾ ടൂറിസ്റ്റ് ആയിട്ട് വരാണെങ്കിലും രാവിലെ എണീറ്റ് ഇവിടെ ആക്ടിവിറ്റീസ് ഒക്കെ തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആവും. രാവിലെ എണീറ്റ് നടന്ന് എൻജോയ് ചെയ്യണം. നടക്കാൻ പറ്റിയ സ്ഥലം. എന്നിട്ട് നടക്കുമ്പോൾ ക്ഷീണിക്കും, നിങ്ങൾ ഇരിക്കുക, എന്നിട്ടൊരു ചായ കുടിക്കാം. എവിടെ വേണമെങ്കിൽ ഇരിക്കാം. കാരണം വെള്ളം മണ്ണാണ്, നിങ്ങൾ പാൻറ്റൊന്നും ചെലവില്ല. തട്ടി കളഞ്ഞാൽ പോകണം. മണ്ണൊക്കെ ഉള്ളു കുറച്ച് വായിക്കും. ഇവിടെ അങ്ങനെ പൊടിയില്ലല്ലോ, ഈ മണ്ണിൽ പൊടി ഉണ്ടാവില്ലല്ലോ. ഭയങ്കര ഭയങ്കര ഇതായിട്ട് വരും, പാക്കഡായിട്ട് വരും. കുറേ പ്ലാൻ ചെയ്ത് കുറേ സ്ഥലം എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത് വേണം. ഇതൊരു പാക്കേജ് ആയിട്ട് ചെയ്യണം. അപ്പോൾ വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല, വെറുതെ വന്ന് നിങ്ങൾ ഒരു ദിവസത്തെ പാക്കേജ് അല്ല 2 ദിവസത്തെ പാക്കേജ് ആയിട്ട് നിങ്ങൾ വെറുതെ നടക്കാം. ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല, വെറുതെ നടക്കാം. വൈകിട്ട് രാത്രി ഇവിടെ എത്തുന്നു, ഉച്ച രാവിലെ നടക്കാറുണ്ട്, രാവിലെ ഇവിടെ നടക്കുന്നു, നല്ല ചായ വീട്ടിൽ കയറിയിട്ട് ചോറ് മീൻ കയറി തരും, റാണി ചോറ് തരും. അതിന് ശേഷം ഉച്ചയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതും തരും. വൈകിട്ട് ഉച്ചയ്ക്ക് കയറുന്നു, അതൊക്കെ അവിടെ റൂമുണ്ടാവും. കൈക്കുള്ളിരിക്കാൻ നടക്കാം, പിന്നെ ഉൾവഴികളിലൂടെയൊക്കെ നടക്കാം. ഉൾവഴികളിലൂടെ നടക്കുന്നത് കാറ്റ് ജീവിതമൊക്കെ കിട്ടും. അതിന് ശേഷം ഞങ്ങൾക്ക് വൈകിട്ട് ഒരു സൺസെറ്റൊക്കെ കാണാം. അതിന് ശേഷം പിറ്റേ ദിവസം തന്നെ റിപ്പീറ്റ് ചെയ്യും. നല്ല രസമായിട്ട് അഡിക്റ്റീവാണ്. പക്ഷേ അധികം ദിവസം എന്നാൽ പോകാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് പെർമിറ്റിന് തന്നെ 200 രൂപ ഉണ്ട് പെർ ഡേ 200. ചില ഐലൻഡൊക്കെ ചില മാത്രം മതി എന്ന് ചില ഗവൺമെൻറ് തീരുമാനിച്ചു.
എനിക്കറിയില്ല, അതിൻ്റെ കൂടുതൽ വസ്തുതകൾ എനിക്കറിയില്ല. പക്ഷേ അത് എന്താ ഗവൺമെൻറ് പാക്കേജ് എടുക്കുന്നവർക്ക് മാത്രമേ പൈസക്കാർക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ. എനിക്കിത് കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ല, ഒന്നും ഞാൻ പറയുന്നില്ല. ഗവൺമെൻറ് പക്ഷെ ബംഗാരം പോകണമെന്നില്ലല്ലോ, ഇങ്ങനെ ഒരു ഈ ഒരു വൈബ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കാമല്ലോ. ഏതെങ്കിലും ഒരു ഐലൻഡിൽ പോകണം. ചില അകത്തിന് പോകണമെന്നുണ്ടാവില്ല, കുറച്ചുകൂടി കാമായിട്ട് സ്ഥലത്ത് പോകണമെന്നുണ്ടാവും. ബംഗാരൊക്കെ കുറച്ചുകൂടി ആയില്ല. പോയിട്ടുണ്ടോ ബംഗാരം? ഇല്ല, ഞാൻ വീഡിയോ കണ്ടു. ആരുടെ വീഡിയോ? യൂട്യൂബിലുണ്ടല്ലോ. ശരി. ഐസ്ലാൻഡ് നോർത്തേൺ ലൈറ്റ്സ് ഒക്കെ ഞാൻ കാണുന്നത് നേരിട്ടിട്ടില്ലേ. മണ്ണുണ്ടോ? എൻ്റെ പാൻറ്റിനേക്കാൾ വെള്ളം നിറണ്ട് മടി. പാലടയാണ് വിളഞ്ഞ ഗോതമ്പ് പാലിലരച്ച പോലെ. വിളഞ്ഞ ഗോതമ്പ് പാലിലരച്ച എന്താ പ്രത്യേകത? ഞാൻ രാവിലെ സ്കൂബ ഡൈവിങ് ചെയ്തു ഗൈസ്. സ്കൂബ ഡൈവിങ്ങിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനത്തെ? നിങ്ങൾക്ക് ചിലപ്പോൾ ഏജ് ആയി കഴിഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ചെയ്യാൻ പറ്റുമായിരിക്കും, എനിക്കതിനെ പറ്റി അറിയില്ല. പക്ഷേ ഏജ് ആവുന്നതിന് മുന്നേ വരാം, ഏജ് ആയി വീണ്ടും വരാമല്ലോ പറ്റുന്നുണ്ടെങ്കിൽ. ഭയങ്കര എക്സ്പീരിയൻസ്. അടി ഇങ്ങനത്തെ ലോകം കടൽ, ലോകത്തിൻ്റെ 4 ഭാഗത്തിൽ 3 ഭാഗം കടലാണ്. അങ്ങനെയല്ല, 5-ൽ 5 ഇപ്പോൾ 5-ൽ 3 ഭാഗങ്ങളായി. ഇപ്പം 5 അറിയില്ല, ചെറുപ്പത്തിൽ 4 ഭാഗം. ഓക്കെ, എന്നാൽ ഇപ്പം 4 ഭാഗം എടുക്കുക. 4 ഭാഗത്തിൽ 3 ഭാഗം കടലാണെന്നാണ് പറയുന്നത്. ഞാൻ അതിൻ്റെ 10 ബില്യണിലൊരു അംശം പോലും കണ്ടിട്ടില്ല. എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് മൊത്തം കണ്ട ആകെ കണ്ടത് 4 കാറ്റാണ്. ഇത് നമ്മൾ കാട്ടിലൊക്കെ പോകുമ്പോൾ വലിയ ഭയങ്കര ഭംഗിയാണ്. സീബ്രയുടെ കളറുള്ള മീനൊക്കെ ഉണ്ട് ഞാൻ ജീവിതത്തിൽ അതിട്ടാണ്. സ്നോർക്ലിംഗ് ആയപ്പോൾ കുതിര പോലത്തെ ഒരു മീൻ. സ്നോർക്ലിംഗ് ആയപ്പോഴല്ലോ പറഞ്ഞില്ല, ഇവരെ കാണിച്ചു തരാൻ വേണ്ടി ഗൈഡ് ചെയ്യാൻ വേണ്ടി ഞാൻ അനുവദിച്ചില്ല. ഞാൻ ഡിസ്കവറി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ തന്നെ കണ്ടുപിടിക്കും കല്യാണമൊക്കെ വേണ്ടി. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല, ഡിസ്കവറി എനിക്ക് പേര് ഇഷ്ടം. കല്ലൊക്കെ കാണാം അടിയിലല്ലോ, പറ്റുകയാണെങ്കിൽ സ്കൂബയൊക്കെ ചെയ്യാം. സ്കൂബ എന്തായാലും പറ്റാനില്ല, ദ്വീപിൽ വരാണെങ്കിൽ സ്കൂബ എന്തായാലും ചെയ്യണം. ശരിയാണ്. ടൈലിലൊക്കെ സ്കൂബ ചെയ്തില്ലെങ്കിൽ സ്നോർക്ലിംഗ് ചെയ്താലും സ്നോർക്ലിംഗ് വലിയ സ്കൂബ അഡ്വാൻസ് ആയിട്ട്. നിങ്ങൾക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പേടിയിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സ്കൂബ ചെയ്യും. പേടി മാറി ഭയങ്കര കാമാവും. അതിൻ്റെ അടിയിൽ പോയിട്ട് ബ്രീത്ത് ചെയ്യുമ്പോൾ സ്കൂബിൻ്റെ ബ്രീത്തിങ് പ്രഷർ കൂടിയപ്പോൾ ചെവിയിലൊക്കെ അടക്കും. പ്രഷർ കൊണ്ട് ചെവി അടക്കണം. പക്ഷെ ഞാൻ എടുത്തില്ല. ഞാൻ വിചാരിച്ചു മോളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ സമയം കുറവല്ലോ മേടിച്ച് ഞാൻ അട്ടി തന്നെ ഞാൻ അട്ടി തന്നെ. ഇപ്പോഴും ചെറിയൊരു കാര്യം കിട്ടും അവിടെ. അല്ല, അത് അവരോട് പറഞ്ഞാൽ മതി, അവർ എങ്ങനെയാണ് പ്രഷർ കൺട്രോൾ ചെയ്യുക. ആള് ഇങ്ങനെ മുക്കി. ഞാൻ വിചാരിച്ച അടിയത്തെ വെള്ളങ്ങളും ഞാൻ മനസ്സിലാവണ്ടേ, ഒരു പ്രഷറുള്ള ഞാൻ നോക്കി തന്നു. ഞാൻ മൂക്കൊക്കെ ചീറ്റ് ചെയ്യപ്പോ 50 മിനിറ്റിൻ്റെ വ്ളോഗ്. 50 മിനിറ്റിൻ്റെ എന്തെങ്കിലും നിങ്ങൾ കാണുമോ? ഇല്ല, സിനിമ പോലും കാണാൻ പറ്റില്ല. അറ്റൻഷൻ സ്പാൻ കുറവാണ്. ഇതൊന്നും ക്യാമറയിൽ കിട്ടില്ല കേട്ടോ. കിട്ടും, നല്ല ക്യാമറ. ശരിയാ, നല്ല ക്യാമറ. നോർത്തേൺ ലൈറ്റ്സ് നമുക്ക് കണ്ണിൽ കിട്ടും. ഇതിൽ മരി ക്യാമറ കിട്ടും. അല്ല, കണ്ണിൽ കിട്ടും. അല്ല, അതൊക്കെ എടുക്കുക ശരിക്കും പ്രോപ്പർ വ്ളോഗിങ് ക്യാമറ ആണ്. ഇത് ആക്ഷൻ ക്യാമറ ആണ്. ഈ 50 മിനിറ്റിൻ്റെ വീഡിയോ 1000 പേര് കാണുകയാണെങ്കിൽ നമ്മൾ ആ ക്യാമറ എടുത്ത് നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പോകും. ഏത് ക്യാമറ എടുത്തിട്ട്? വ്ളോഗിങ് ക്യാമറ എടുത്ത് 1000 പേര് കണ്ടാൽ 50 മിനിറ്റിൻ്റെ വീഡിയോ 1000 പേര് കണ്ടാൽ എത്ര വാച്ച് പറയാൻ പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോർത്തേൺ ലൈറ്റ്സ് ആണ്. നോർത്തേൺ ലൈറ്റ്സ് ഓക്കെ. എൻ്റെ മോനെ ആകാശം സീൻസാണ് ലെയറായിട്ടാണ് കിടക്കുന്നത്. ലെയറായിട്ട് ഒരുത്തനെ അന്ന് പാക്കേജൊക്കെ എടുത്ത് വന്നിട്ട് ഞാൻ കുറ്റം പറഞ്ഞല്ല, അങ്ങനെ പറയുമ്പോൾ കുറ്റം പറയാം. ഒരു പാക്കേജ് എടുത്ത് വന്നിട്ടുണ്ട്. അത് സൈറ്റ് സീനും ഉണ്ടായിക്കാന്ന് കേട്ടത്. ഇത് നല്ലൊരു സൈറ്റ് എവിടെ കിട്ടണമെന്ന് എനിക്കറിയില്ല. അപ്പുറത്തും ഇല്ല ഇപ്പുറത്തും അല്ല, ശരിക്ക് അങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് യാത്ര ചെയ്യണം എന്നുള്ളൊരു പാക്കേജ് എടുത്ത് വരാം. അല്ലെങ്കിൽ അവർക്ക് ലക്ഷദ്വീപിലെ സൈറ്റ് സീയിങ് ഭയങ്കര എളുപ്പമാണ്. ഏതെങ്കിലും ബീച്ചിൽ നടത്തും. എന്നിട്ട് നിങ്ങളോട് അല്ല, അങ്ങനെയല്ല. സൈറ്റ് സീയിങ് ചില അല്ല
ലക്ഷദ്വീപിൽ വരാം. ലക്ഷദ്വീപ് ഒരു സ്പോട്ട് ഞാൻ അടുത്ത സ്പോട്ട് അടുത്ത സ്പോട്ട് കുറേ സ്പോട്ട് ഞങ്ങൾ കൊടൈക്കനാലിൽ ലോസ്റ്റ് സ്പോട്ടിൽ പോകാം. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായ സ്പോട്ട് ഒരു മുട്ടക്കുത്തായിരുന്നു. ആ മുട്ടക്കുത്ത് ഭയങ്കര സമാധാനം, ആരുമില്ല, പശുക്കൾ, പൂക്കൾ. അത് അത്ര നോൺ സ്പോട്ടൊന്നും അല്ല, അത് വെറുതെ കാറിന് കാർ ഓടിച്ചു പോയപ്പോൾ ഞാൻ ഒരു മുട്ടക്കുത്ത് കണ്ടു. ഞാൻ പോയി അല്ല, മുട്ടക്കൊന്നും കണ്ടിട്ടില്ല. ശരിക്കും കുറേ മരങ്ങളുണ്ട്, കൂട മുടിയുണ്ടായിരുന്നു ഫുള്ള് കൂട മുടിയുണ്ട്. കുറച്ച് അവിടെ ഒരു ചെറിയൊരു കുന്ന് കാണുന്നത്, അതിൽ കയറാൻ പറഞ്ഞ് ഭയങ്കര രസമുള്ള സ്ഥലം. പക്ഷെ കുറേ പശുക്കൾ. മുട്ടക്കൊന്നും അല്ല കേട്ടോ, കുറേ മരമൊക്കെ ഉണ്ടായിരുന്നു. മരം പറയാൻ പറ്റില്ല, ഇത്രയുള്ള ചെടികളാണ് അതിൻ്റെ ഇടയിൽ കൂടി പശുവൊക്കെ വന്നാൽ കണ്ടു. ആ അതെ, പശു പുല്ലിൻ്റെ വന്നാ കാടാണ് ഈ പശു വരും. അങ്ങനല്ല, പശുക്കൾ ഭയങ്കര രസമുള്ള സ്ഥലം. മറ്റേ കളറ് പൂക്കൾ എവിടെ കോട മോനെ സീൻ. പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയല്ല, എന്നാലും അത് അടിപൊളിയായിരുന്നു. നിങ്ങൾ പോകുമ്പോൾ എല്ലാം ഒറ്റയിൽ കവർ ചെയ്യാൻ ഒത്തിരി എല്ലാം ഒരേ ഷേപ്പിലുള്ള സാധനങ്ങളുണ്ടോ? ഒരു ഷേപ്പ് കണ്ടോ? കടന്ന് ഇതിൽ കാണില്ല. കാണില്ലല്ലേ? മുകളിലേക്ക് നോക്കി അതേ ഷേപ്പിലുള്ള വേറെ കളറുള്ള സാധനം. ആ അത് ശരിയാട്ടോ. ഓഹ്, മറ്റേ ഇതുപോലെയുണ്ട് നോട്ട് ബുക്കിൻ്റെ ചട്ട. ഇത് രസമുണ്ടോ? അവിടെ ചേർത്തിടക്കും. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. അങ്ങനെ ശരിക്കും കൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നത് കുറച്ച് പ്രൊമോഷൻ കണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു, ഒരു ബിസിനസ്സിൻ്റെ. ഞാൻ ഇഷ്ടംപോലെ കണ്ടന്റുകൾ എടുത്തിട്ടുണ്ട്. ഒരു മാങ്ങ എടുത്തിട്ടില്ല. എടുത്തിട്ടുണ്ട്, വരും സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ ഐഡിയാസ് ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവരോട് വെച്ചിട്ടാണ് പോകുന്നത്. ഇവന് ഇവിടുന്ന് വരണ്ടാന്നായിരുന്നു താല്പര്യം. ഞാൻ എൻ്റെ മാനിപ്പുലേറ്റിംഗ് പവർ ഉപയോഗിച്ചു. മാങ്ങ ഉപ്പ ചോദിച്ചിട്ട് വരുന്നില്ല കൂടെ. അപ്പോൾ ഉപ്പ സമാധാനം കിട്ടാൻ വേണ്ടി അത് ഹിമാചലും ഏകദേശം ഇതേപോലത്തെ ഒരു വൈബാണ്. വേറെ ആ കാണുന്നത് സ്കൂബ ചെയ്യുന്നവരാണ്. സ്കൂബ ഡൈവിങ് ചെയ്ത് തിരിച്ചു വരുന്നവർ. അറിയില്ല ഈ സമയം സ്കൂബ അടിയിൽ ഭയങ്കര ഉച്ചക്കാണ് ബെസ്റ്റ് സമയം. ഉച്ചക്കല്ല, നല്ല ഉച്ചക്കല്ല, ഉച്ച ആവുന്നതാണ്. ഒരു 11 മണി 10 മണിക്ക് എനിക്ക് നല്ല സമയം. കാരണം നല്ല വെളിച്ചം അടി നല്ല വെളിച്ചം പയ്യാണ്. അതേപോലെ അധികം കാറ്റൊന്നും. പക്ഷെ ഞങ്ങൾ കൂടെ വന്നാലും കുറച്ച് ആൾക്കാർ പേടിച്ചു. എന്താ കാരണം പേടിക്കും. സ്കൂബ ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് പേടിച്ചു. അല്ല, കയാക്കിങ് പിന്നെ ചെയ്താൽ മതി. ഗ്ലാസ് ബോട്ടിൽ കയാക്കിങ് അല്ലേ ഗ്ലാസ് ബോട്ടിൽ അതിൽ ഏതിനൊന്നും ആദ്യം. അതിന് ശേഷം സ്നോർക്കിളിങ്, അത് കഴിഞ്ഞിട്ടുള്ള കൂടാണ്ട് ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് എത്ര കണ്ടാലും മതിയാവുന്നില്ല കേട്ടോ. ഞങ്ങൾ കുറച്ചേരം ഞങ്ങളുടെ മുഖം യെസ്. ഇതിൽ പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, ഉറപ്പായിട്ടില്ല. കട്ട് ചെയ്തല്ലോ അറിയും, ആ ഒരു ഷെയ്ഡ് മാറുമല്ലോ. അവർ എടുക്കുന്നില്ല. 32 മിനിറ്റായി. ഒരു ഫുൾ അവസാനം സ്വിച്ച് ഓഫ് ആയിട്ട് സേവ് ആവില്ല. പിന്നെ റെഡ് ബട്ടൺ കാണിക്കുമായിരിക്കും ക്യാമറ. അവർ കോറൽസ് വർക്കാണെങ്കിൽ ഞാനും പുറത്തു പോകും. അത് അവർ കൊണ്ടുപോകുന്നില്ല. അത് പറക്കിയ കുറച്ചൊക്കെ ദ്വീപിൽ തന്നെ ഉണ്ടാവും. ആരും അത് അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ചൊന്നും പറക്കി കൊണ്ടുപോകരുത്. പിന്നെ അങ്ങനെ പല മണ്ണത്തിലും ഭയങ്കര ഭംഗിയാണ് കല്ല്. അതിൻ്റെ ഇടയിൽ കുറേ പ്ലാസ്റ്റിക് ആരെല്ലാം ഇട്ടിട്ട് പോയതായിരിക്കും. വെറുതെ വെള്ളം കുടിച്ചിട്ട് ഭയങ്കര എണീറ്റ് നടന്നാലോ, ഒരു ചായ കുടിച്ചാലോ, വീട് ഒരു ചായ കുടിക്കാം. അവർ പോയിക്കോട്ടെ. ഒന്ന് ഇരുന്ന് എണീറ്റിക്കുമ്പോൾ ചായ കുടിക്കാം, ഉറങ്ങി എണീക്കുമ്പോൾ ചായ കുടിക്കാം. അൺഎംപ്ലോയ്മെന്റ് എന്താന്ന് ചായ കുടിച്ചിട്ട് വരാം.
എന്നൊന്ന് ചായ കുടിക്കാം, എന്നൊന്ന് ഉറങ്ങിയേക്കാം, എന്നൊന്ന് തപ്പിട്ടേക്കാം. ഇവിടെ വന്നിട്ട് ഇതാ സംഭവിക്കുന്നത്. കിടക്കാൻ ചായ കുടിക്കുക, എവിടെയെങ്കിലും ഇരിക്കാൻ ചായ കുടിക്കുക. ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണിത്. ഞാൻ ഇനി എൻ്റെ കാലുകൾക്ക് കൊടുക്കട്ടെ. പഞ്ഞി പോലെ ഉണ്ട്. അല്ലല്ല, പഞ്ഞി പോലെ ഉണ്ട്. കുഴപ്പമില്ലാന്നല്ലോ. പക്ഷെ അടിപൊളിയാണ്. ഇങ്ങനെ മണൽ രസമാണ്. ഞാനും ഭയങ്കര രസം. ഇതിൻ്റെ അവസാനത്തെ ഇന്നത്തെ അല്ല ഈ പ്രാവശ്യത്തെ വരവിലെ അവസാനത്തെ ഒരിക്കലും അവസാനത്തെ പറയാൻ പറ്റില്ല. ഞാൻ ചത്തോന്നല്ല പറയുന്നത്. അല്ല, എന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്താലോ? ബ്ലാക്ക് ലിസ്റ്റോ? ഞാൻ പറഞ്ഞുകൊണ്ടൊന്നുമില്ല. ഈ ദ്വീപിലേക്ക് മാത്രമേ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്താൽ വേറെ ദ്വീപ് വരെ അങ്ങനെയല്ല. ഇപ്പോൾ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ നീ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കയറി എന്ന് പറയുമ്പോൾ എന്നെ ഇവിടെ റെസ്ട്രിക്റ്റഡ് സ്ഥലമാണ്. ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് റിസ്ക് ചെയ്ത് പോസ്റ്റ് ചെയ്തു. എന്നെ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾ മില്യണയർ ആക്കണം. അതിനിത് നിന്റെ വീഡിയോ അല്ലല്ലോ, ഇത് എൻ്റെ വീഡിയോ ആണ്. ഇവൻ ഗസ്റ്റാണ്, എൻ്റെ വീഡിയോയിലുള്ള ഗസ്റ്റാണ്. ഇവൻ എന്നെ സ്പോൺസർ ചെയ്തതുകൊണ്ട് ഞാൻ ഇവന് കൊടുക്കുന്ന എൻ്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് അങ്ങനെ കണ്ടാകും. ഞാൻ അവരുടെ പോഡ്കാസ്റ്റിലേക്ക് ഞാൻ അവരുടെ കാൽപാദത്തിൽ പോയി കൊടുക്കും. ഞാൻ പുതിയ കാൽപാദങ്ങൾ ഉണ്ടാക്കും. അവരിങ്ങോട്ട് വന്ന കാൽപാദം ഞാൻ അവൻ നാളെ ഏതാ ടൈമൊന്ന് ഫ്ലൈറ്റിൻ്റെ ടൈം നോക്കിയോ നാളെ? അല്ല, സിനാൻ്റെ കൂടെ പോകില്ലേ? സിനാൻ രാവിലെ പണിക്ക് പോകുമ്പോൾ ഞാൻ രാവിലെ പഠിക്കുമ്പോൾ ഞാൻ അല്ല പിന്നെ നീ പിന്നെ എയർപോർട്ടിലേക്ക് എങ്ങനെ പോവാ? ഞാൻ വരുമൊന്നുമില്ല. വിചാരിക്കുന്ന പോലെ അല്ല. ലോട്ട്സ് ഓഫ് കണക്ഷൻ. അൻസാറിനെ വിളിക്കും, ഇസൂസിനെ വിളിക്കും. നമ്പർ അൻസാർ, ഇസൂസു ഇഷ്ടംപോലെ ആൾക്കാർ. ഞാൻ അഥവാ ആരില്ലെങ്കിലും റോഡരിയിൽ നിന്ന് കൈ കാണിച്ചാൽ മതി. തെക്കോട്ട് പോകുന്നത്. ഇവന് വന്നിട്ട് 10 ദിവസമായി. എന്നിട്ട് തെക്കോട്ട് പോകാന്ന് പറഞ്ഞിട്ട് വടക്കോട്ട് പോകും. അത് ഈ ദിശ കണ്ടുപിടിക്കാൻ എനിക്ക് ഞാനേ കേരളത്തിലുള്ള ദിശ ഭയങ്കര എളുപ്പമായിരുന്നു. ഞാൻ ആൾക്കാരോട് തെക്കും വടക്കൊക്കെ കൃത്യമായിട്ട് പറയുമായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് പറയാൻ പറ്റുള്ളൂ. പണ്ട് ഞാനും എൻ്റെ ഫ്രണ്ടും തമ്മിൽ ഒരു ട്രെയിൻ വരുന്നത് എവിടുന്നാന്ന് തെക്കും വടക്കൊക്കെ വെച്ച് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പുറത്തുനിന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു അപ്പുറത്തുനിന്ന് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഹൈ കോൺഫിഡൻസ്. ഞാൻ അതിനടുത്ത് പറഞ്ഞില്ല അപ്ഡേറ്റ് വെക്കാം. അപ്പം എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, അവളും എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പോഴേക്കും ഒന്നുകൂടി കോൺഫിഡൻസ് ആയി, സൂപ്പർ ഹൈ കോൺഫിഡൻസ്. ട്രെയിൻ വന്ന് അവൻ പറഞ്ഞ സ്ഥലത്ത് അവിടെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ദിശ കണ്ടുപിടിക്കാനുള്ള എയർപോർട്ട് ഏത് സൈഡിലാണെന്ന് ചോദിച്ചാൽ എയർപോർട്ട് ഉള്ള സൈഡാണ് തെക്ക് സൈഡ്. എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴി തന്നെ ഭയങ്കര അടിപൊളിയാണ്. എയർപോർട്ടിൽ നിന്ന് മറ്റേ IOCLൻ്റെ ഇതില്ലേ ബിൽഡിംഗ് ഇല്ലേ, അതെത്തുന്നവരെ അടിപൊളി റോഡാണ്. ഇപ്പോൾ ഇവിടെ ലക്ഷദ്വീപിൽ റോഡിന് വീതി കൂട്ടാൻ പോവാ, കുറേ വീടൊക്കെ പൊളിക്കാൻ വീടൊക്കെ പൊളിക്കാൻ കറാൻ പള്ളിൻ്റെ റോഡിന് വീതി കിട്ടും. ഇവിടെ അതിന് മാത്രം വണ്ടികളൊന്നും ഇല്ല. ഇവിടെ അതിന് മാത്രം ആൾക്കാർക്ക് വരാനുള്ള സ്ഥലമില്ല. എന്തിനാ NH-ൻ്റെ സ്ഥലം എടുക്കുന്നത്? കേരളത്തിലൊക്കെ അവിടെ റോഡ് വലിയ റോഡ് ഇടാന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ്. വേറെ സ്ഥലത്തൊക്കെ പോകാനുണ്ട്. ഇവിടെ ഇങ്ങോട്ട് പോകാൻ ആ ബീച്ചിൽ നിന്ന് ഈ ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റോഡ് വലിയ റോഡ് വേണം. പിന്നെ ഭൂരിഭാഗം ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല മെയിനായിട്ട് നേരെ കാറുള്ളവരാണ് പിന്നെ നേരെ റോഡ് യൂസ് ചെയ്യുന്നത്. ബാക്കി ബൈക്കുള്ളവരൊക്കെ തെങ്ങിൻ്റെ ഇടയിൽ കൂടി എല്ലാവരും റോഡ് കിടക്കും. ഒരു ജനതയ്ക്ക് ആവശ്യമുള്ളതല്ലേ കൊടുക്കേണ്ടത്? ആവശ്യമില്ലാത്ത കാണിക്കാന്നുള്ള ഇത് ആവശ്യമില്ല സാധനം. അതിനിവിടെ ആരും പ്രൊട്ടക്ട് ചെയ്താലും അതാരും പ്രൊട്ടസ്റ്റ് കേസ് കൊടുത്തതെന്ന് പറയണം. എന്ത് കേസ്? രാഷ്ട്രീയ പാർട്ടിൻ്റെ പ്രശ്നമല്ല. രാഷ്ട്രീയ പാർട്ടി ഐ മീൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള പ്രശ്നമല്ല. പക്ഷെ ആ രാഷ്ട്രീയ പാർട്ടിയിൽ മോശപ്പെട്ട ആശയങ്ങളോ തെറ്റായ ആശയങ്ങളോ വന്നാൽ പോലും ആ പാർട്ടിയിൽ ആണ് നമ്മൾ, അല്ലെങ്കിൽ ആ പാർട്ടീനെ ഇഷ്ടപ്പെട്ട ഒരാളാണ് നമ്മൾ എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും, വെറുതെ സപ്പോർട്ട് ചെയ്യും. അതാണ് മെയിൻ പ്രശ്നം.
നിങ്ങൾ ഏത് പാർട്ടിയിലോ അല്ലെങ്കിൽ ഏത് ആശയത്തിലോ വിശ്വസിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയാണ്. ഇതിലുള്ള ആശയമാണെങ്കിൽ നിങ്ങൾ തുറന്നു പറയണം, അതിനുള്ളൊരു ധൈര്യം വേണ്ടേ? അതുപോലും ഇല്ല. ഇപ്പം നമ്മളിപ്പോൾ വോട്ട് ചോദിക്കെതിരെ പറഞ്ഞാൽ നമ്മൾ കോൺഗ്രസ്സുകാരനായി. ലൈറ്റൊക്കെ പോയിട്ടോ. ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. തെറ്റ് കണ്ടാൽ പറയാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ. എല്ലാ റൂളേഴ്സും നന്നാവുന്നൊന്നും നമുക്ക് പ്രതീക്ഷയില്ല. ഒറ്റ റൂളറും മുഴുവനായിട്ട് നന്നാവില്ല. നല്ല പ്രതിപക്ഷമാണ്. എല്ലാവരുടെയും സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് ഒരു സെൽഫ്ലെസ്നെസ് ആണല്ലോ. പക്ഷേ എല്ലാവരുടെയും ഉള്ളിൽ ഒരു സെൽഫിഷ്നെസ് ഉണ്ടാവും. ഇപ്പുറത്ത് അത് നല്ലത്. പക്ഷേ ഇതും കുഴപ്പമില്ല, ഈ സൈഡും കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊരു പാർട്ടിയിലാണെന്നുണ്ടെങ്കിൽ ആ പാർട്ടി തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റെന്ന് പറയാം. പാർട്ടിയിലുള്ള തെറ്റ് കണ്ടാലും അത് ചൂണ്ടിക്കാണിക്കും. മറ്റേ ചങ്ങേൻ്റെ പേരെന്തായിരുന്നു? നിങ്ങൾ തൃശ്ശൂർ ഒരു ചങ്ങയില്ലേ? അതുൽ എന്ന് പറഞ്ഞൊരു ചങ്ങായി. ആ ചങ്ങായി മറ്റത്തൊരു ഗ്രാമപഞ്ചായത്തിൻ്റെ സകല തെറ്റുകുറ്റങ്ങളും പറഞ്ഞു. നല്ലൊരു കാര്യമാണ്. നാട്ടുകാർ മുഴുവൻ അങ്ങനെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. നാട്ടുകാർ മുഴുവൻ പറഞ്ഞു തുടങ്ങിയാൽ കുറേ റൂളേഴ്സൊക്കെ നമ്മൾ ഞാൻ പറയാം. അത്ര എൻ്റെ സ്ഥലത്ത് ഞാൻ കണ്ടെടുത്തോളം അത്ര മോശമൊന്നുമല്ല. അവരെന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ഡയറക്റ്റ് പറഞ്ഞോണ്ട് ഞാൻ ഭയങ്കര നോക്കി പോയിട്ടില്ല. പക്ഷേ ഞാൻ കാണുമ്പോൾ നല്ല റോഡുണ്ട്, ഒരു ജിമ്മും ഒരു എൻ്റെ വരവ് ചിലവ് കണക്കുകളൊന്നും എനിക്കറിയില്ല. നല്ലതാണോ പൊട്ടാണോ നല്ല ഞാൻ പറയുന്നത്. കാണുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യും. എല്ലാവരുടെയും തെറ്റ് കിടക്കണം എന്നില്ല. ഒരു കൂട്ടം ആൾക്കാർ സമൂഹത്തിന് തെറ്റ് ചെയ്യുമ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കും. രാഷ്ട്രീയ വ്ളോഗും നല്ല അന്തരീക്ഷ വ്ളോഗാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഇരുന്നിട്ട് യൂണിവേഴ്സിൻ്റെ അറ്റാത്തി പോയിട്ട് ഒന്ന് മറ്റേ സാധനത്തിന് കിട്ടിയില്ലല്ലോ. കോമ്പോ കോമ്പിന് നമ്മൾ എടുത്തിരുന്നല്ലോ. കോമ്പിന് എടുത്തിട്ടുണ്ടായിരുന്നോ? തുടക്കത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു കോമ്പിനെ. ഞാൻ മറന്നുപോയി. ഇനി എടുക്കാം. ലൈറ്റ് പോയി. ഇതിൽ നൈറ്റ് ക്യാമറ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. വെറുതെ ഇരുന്ന ദിൽഷാദിനെ ഒറ്റ മണിക്കൂർ കൊണ്ടാണ് മോട്ടറാക്കി ക്യാമറ എടുപ്പിച്ചത്. എൻ്റെ മാർക്കറ്റിംഗ് സ്കിൽസ് നിങ്ങൾ കാണണം. ഇത് കാണുന്ന ആൾക്കാർ എൻ്റെ മാർക്കറ്റിംഗ് ഹയർ ചെയ്യണം. ഒരു ദിവസം തീരുമാനിച്ചു, തീരുമാനിച്ചു, രാത്രി എടുത്തു. ഒറ്റ മിനിറ്റ് കൊണ്ടാണ് കൺവിൻസിങ് എന്ന് പറഞ്ഞാൽ പീക്ക് ലെവൽ കൺവിൻസിങ്. ഒരു പ്രോഡക്റ്റ് എടുക്കുന്നു, ഒരു AI വെച്ച് മൊത്തം അനലൈസ് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് അവനോട് പറയുന്നത് സീൻസാണ്, ഇനി ഇങ്ങനത്തെ ഒരു സാധനം ഇല്ല എന്നൊക്കെ പറയുന്നു. ആ വീഡിയോൻ്റെ ഒരു ഇതിൽ ഈ കളർ കിട്ടും, ഒരു വയലറ്റ്, ഡാർക്ക് വയലറ്റ്. ആ ഷെയ്ഡൊക്കെയാണ് ശരിക്കും. ചർച്ചയാണുള്ള ടോപ്പിക് ഇല്ലെങ്കിൽ എന്തൊക്കെ ടോപ്പിക്. പോഡ്കാസ്റ്റൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഫൺ ഫാക്റ്റ് പറഞ്ഞുതരാം. പോഡ്കാസ്റ്റ് എന്നുള്ള വാക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. പോഡ്കാസ്റ്റ് എന്നുള്ള വാക്ക് ഞാൻ സ്ഥലത്ത് കേട്ടാണ്. ഈ ബ്രോഡ്കാസ്റ്റ് ഉണ്ടല്ലോ, ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ വീഡിയോ ബ്രോഡ്കാസ്റ്റ്. അതുപോലെ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഐപോഡ് കണ്ടുപിടിച്ചു. സ്റ്റീവ് ജോബ്സ് ഇതൊരു ഭയങ്കര ബോറിംഗ് ടോപ്പിക്കാണ്. ഐപോഡ് കണ്ടുപിടിച്ചിട്ട് ഐപോഡിലൂടെ നിങ്ങൾക്കത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കേൾക്കാം. അപ്പോൾ ആൾ പുതിയൊരു വാക്ക് പറയുന്നത് പോഡ്കാസ്റ്റ്. അങ്ങനെയാണ് പോഡ്കാസ്റ്റ് ഉണ്ടായതാണ് ഞാൻ കേട്ടിട്ടുണ്ട്. തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അങ്ങനെ ഈ വീഡിയോൻ്റെ റീച്ച് കൂടാം. ചില ആൾക്കാർ ഒട്ട തെറ്റ് പറയും വീഡിയോയിൽ, റീച്ച് കൂട്ടാനാ. അപ്പോൾ ഭയങ്കര ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക ആജിറ്റേറ്റഡോ, എനിക്ക് ആ സത്യം അറിയാം, ഞാനത് പറഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചില റിവ്യൂവേഴ്സൊക്കെ ഉണ്ട്. അവർക്കറിയാം ആൾക്കാർ ഒരു ഭൂരിപക്ഷം ആൾക്കാരെ പ്രീതിപ്പെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടുക. നല്ല പ്രതികരിക്കുന്നു. കൈമാറ്റി നീലക്കുയിൽ മറ്റേ നീലക്കുയിലിൻ്റെ വീഡിയോസൊക്കെ ഇല്ല. സാബുമോനൊക്കെ പ്രതികരിച്ചില്ലേ? സത്യം പറഞ്ഞാൽ സാബുമോൻ പ്രതികരിച്ചത് കണ്ടിട്ട് അങ്ങേരെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ എത്ര പേരുണ്ടാവും അറിയൂ. സാബുമോൻ്റെ വീഡിയോ കണ്ട എല്ലാവരും ആളുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയിട്ടുണ്ടാവും. അങ്ങനെ ആ വീഡിയോ റീച്ച് കൂടി. അതുകൊണ്ടല്ല കേട്ടോ നീലക്കുയിലിനെ കുറ്റം പറയുന്നത്. അതുകൊണ്ടല്ല ഞാൻ കുറ്റം പറയുന്നത്, ദേഷ്യമുള്ളതാണ്. ദേഷ്യമല്ല പറഞ്ഞാൽ ഞങ്ങൾക്ക് റീച്ച് കൊടുക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരും റീച്ച് കൂട്ടാൻ വേണ്ടി അങ്ങോട്ട് പോവല്ലേ. 60 മിനിറ്റ് 70 മിനിറ്റായി. 70 മിനിറ്റ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇവിടെ എത്തുന്നു എനിക്ക് തോന്നുന്നില്ല.
20 മിനിറ്റ് ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒരാൾ കാണാണെന്നുണ്ടെങ്കിൽ അയാളെ ഞാൻ പേഴ്സണലി വിളിച്ച് കൺഗ്രാറ്റുലേറ്റ് ചെയ്യും. ദ്വീപിൽ വരാണെങ്കിൽ ഈ റൂട്ട് കൂടെ ഒന്ന് നടക്കാനും ഉണ്ട്. അതെ, 70 മിനിറ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ട്, കടൽ ക്രാഫ്റ്റ് ഒരു അച്ചാർ. അതിന്റെ ഇടയിൽ കൂടി പ്രോഡക്റ്റ് മോശം. ആ അച്ചാർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരും. അതിലൊരു പീസ് ഉണ്ടാവും. പക്ഷെ അടിപൊളി അച്ചാർ. അച്ചാർ സീന ഉണ്ടാക്കിയ ഉടനെ അതിനുള്ളിൽ ചൂട് പോയില്ല, അതിന് പിന്നെ അച്ചാർ എടുത്ത് സ്വർക്ക പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയാണ്. കിട്ടുന്നുണ്ടാവോ? ലൈറ്റ് ഇല്ല. ഇരുട്ടായി. ഇവിടെ പ്രേതങ്ങളൊക്കെ ഉണ്ടറിയോ? പ്രേതങ്ങൾ ലോകത്തില്ല. ഞാൻ അത് ഇന്നലെ ചർച്ച ചെയ്തതല്ലേ നമ്മൾ കാര്യം. അത് നമ്മുടെ ലോകത്താണില്ലാത്ത, അത് വേറൊരു ഡൈമെൻഷൻ. യെസ്, നമുക്ക് 3 ഡയമെൻഷനിലുള്ള കാര്യങ്ങൾ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഫിസിക്സ് പരമായിട്ടൊക്കെ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സത്യമായിട്ട് തോന്നാം. ഇപ്പോഴത്തെ അറിവ് വെച്ചിട്ട് ഞാൻ പറയുന്നത് ഒക്കെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ്. പോയി കഴിഞ്ഞാൽ പോയി. ഉദാഹരണത്തിന് ഞാൻ ഒരു ഉദാഹരണം പറയുന്നത്, അതായത് നിങ്ങളൊരു കേബിൾ TV ഉണ്ടെന്ന് വിചാരിക്കുക. നിനക്ക് ഒരു 2 ആഴ്ച മുന്നേ സ്ട്രിങ് തിയറി എന്താണെന്ന് അറിയാമായിരുന്നു? സ്ട്രിങ് തിയറി അറിയണ്ടായില്ല. അതറിഞ്ഞപ്പോൾ കുറച്ചും കൂടി അങ്ങനെയൊക്കെ ആണല്ലേ എന്ന് മനസ്സിലായില്ല. അത് വെച്ചിട്ട് തിയറി അനുസരിച്ച് ഒക്കെ ഒരു സ്ട്രിങ്ങിലാണ് അത് ഒരു പർട്ടിക്കുലർ വൈബ്രേഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ആറ്റം അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു തിയറി ഞാൻ അംഗീകരിക്കുന്നു. അതേപോലെ അതിപ്പോൾ ഒരു സയൻറ്റിഫിക്കലായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് നീ അംഗീകരിക്കുന്നു. ഈ മറ്റേ ഡൈമെൻഷൻസിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടല്ലേ നീ അംഗീകരിക്കാത്ത? അതിന് സയൻറ്റിസ്റ്റ് പറഞ്ഞു നോക്കി. സയൻറ്റിസ്റ്റ് പറഞ്ഞാലും എന്താ പറയുക, കുറച്ചുകൂടി കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സാധനം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ്. അതായത് നമ്മുടെ തലച്ചോറിലെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് വരേക്ക് പാസ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു സംഭവം നടക്കുന്നത് വിചാരിക്കും. അതിനാണ് ഇഷ്ടംപോലെ ഉദാഹരണമുള്ളത്. ചില ആൾക്കാർക്ക് തലയിൽ ട്യൂമറൊക്കെ വന്നിട്ട് അവർക്കത് അറിയണ്ടാവില്ല, തലയിൽ ട്യൂമർ വന്നത് ചെറിയ ട്യൂമറൊക്കെ ആയിരിക്കും. അവരുടെ ബിഹേവിയർ നീ ഇപ്പോൾ പറയുന്നത് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ പറ്റിയാണ്. പക്ഷേ ഇത് നമുക്ക് ഈ വേറെ ഡയമെൻഷൻസ്, ഒരു 4th ഡയമെൻഷൻസ് അല്ലെങ്കിൽ 5th ഡയമെൻഷനിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യണം തന്നെ വിചാരിക്കുക. നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതല്ലേ ഞാൻ പറയുന്നത്. നമ്മളെ സോള് അങ്ങനത്തെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നത് വിചാരിക്കുക. നമുക്ക് എങ്ങനെ ഫീൽ ആവുക? ലോകം അറിയുന്നത് എങ്ങനെയാണ്? നമ്മൾ തൊട്ട് നക്കി, നമ്മൾ തൊട്ട് നോക്കി, രുചിച്ച് നോക്കി, കണ്ടിട്ട് കേട്ടിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ലോകം അറിയണം. സോൾ എങ്ങനെയാണ് അറിയണത്? സോളിന് കാണാൻ കണ്ണുണ്ടോ? ഇല്ല. സോളിന് നക്കാൻ നാവുണ്ടോ? ഇല്ല. അതിനൊക്കെ അറിയോ അതിന് എന്തൊക്കെയുണ്ട് എന്തൊക്കെയില്ല എന്ന്? ശരീരത്തിലുണ്ട്, സോളിനില്ല. കാരണം ഞാൻ ഹിന്ദു വിശ്വാസപ്രകാരം ശരീരം കത്തിച്ച് കളയാം. അപ്പം പിന്നെ എന്തായാലും സോളിൻ്റെ കയ്യിൽ ശരീരമില്ല. ബാക്കി 2 മതങ്ങളുടെ വിശ്വാസപ്രകാരം ഒരു കുഴിച്ചിലാണ്. ഞാൻ വേണമെങ്കിൽ പറയാം അത് കൊണ്ടുപോകുന്നില്ല. നമുക്കറിയാൻ ഇടയിൽ ചെയ്യാൻ പോകുന്നത്. ഇന്നലെ ഇതേപോലെ ഒരു ചർച്ച തുടങ്ങിയിട്ടാണ് ഭൂമി ഭയങ്കര അടിപൊളിയാന്നൊക്കെ പറഞ്ഞത്. ഭൂമി ഭയങ്കര സംഭവം ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ട് പറഞ്ഞറിയുന്നത്. വഴിയായിരിക്കും നമ്മൾ ആരെ കണ്ടുപിടിക്കും. അവരെടുക്കാൻ പറ്റില്ല, അവർ വേറെ ആൾക്കാരുണ്ട് ഇവിടെ. എൻ്റെ മക്കളാണ്. അവരെ കാണാൻ പറ്റില്ല. ബ്ലർ ചെയ്യാം. ഞാൻ ഈ വീഡിയോ ഫുള്ളിരുന്ന് കാണുന്നില്ല കേട്ടോ. അതങ്ങനെ ഒന്ന് എടുത്ത് പോസ്റ്റ് ചെയ്യും. ഞാൻ കാണും. ഞാൻ അങ്ങനെ ഡെയിലി രാത്രി കിടന്നുറങ്ങാൻ പോകുന്നതിന് മുന്നേ കാണുന്ന ഭയങ്കര ലെങ്ത്തുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്. അതൊക്കെ വെല്ലോറ്റാണ്. ഇനി ഞാൻ എൻ്റെ വീഡിയോ നിന്റെ വീഡിയോ ഒരെണ്ണം ഉണ്ടാവും. ഇനി അടുത്ത നിന്നാ കാണാമെന്നറിയില്ല. ഞാൻ സുക്കോ വാലിയിൽ പോകും. സുക്കോ വാലിയിൽ പോയിട്ട് അവിടുത്തെ വ്ളോഗ് അത് നമുക്ക് ഒരുമിച്ച് പാട്ടോ. പറയാൻ പറ്റില്ല എന്താ? ഞാൻ സെൽഫി ഒരു മിനിറ്റ്, ഞാൻ ചരിപ്പിടാം. ക്ലിയർ കിട്ടില്ല. ഭയങ്കര ഭംഗിയാണ് സുക്കോ വാലി. അല്ല, ഞാൻ ഇവിടത്തെ ഇവിടെ ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ ആൾക്കാർ കൂടുന്തോറും ബിൽഡിങ്ങുകളുടെ എണ്ണം കൂടുന്നു. ബിൽഡിങ്ങുകളുടെ എണ്ണം കൂടുന്തോറും മാലിന്യങ്ങളുടെ എണ്ണം കൂടുന്നു. മാലിന്യങ്ങളുടെ എണ്ണം കൂടുന്നു. പക്കിപ്പെട്ടി കണ്ടോ? പക്കിപ്പെട്ടി മാപ്പിൽ നോക്കിയാൽ, അല്ലെ ഗൂഗിളിൽ നോക്കിയാൽ കാണും. വെള്ളം
വൈറ്റ് ഉണ്ടാവും. അവിടെ എന്തായാലും പക്ഷികൾ മുട്ടയിടാൻ വരുന്നതല്ലേ. മുട്ട പിന്നെ മുട്ട മാത്രമല്ലല്ലോ ഇടുക. അപ്പോൾ അതിൻ്റെ കളർ മാറുമല്ലോ. ആ അല്ല മണ്ണിൻ്റെ മിക്സ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. എന്താ പക്ഷികൾ അവരെ കൂട്ടിൽ കാട്ടിടും. ഇടോ പക്ഷികൾ കൂട്ടിൽ കാട്ടിടില്ല. അവരെ വീട്ടിലൊരു കാട്ടിടില്ലല്ലോ. നീ ഇപ്പോൾ പറയുന്നത് പക്കിപ്പെട്ടിന്ന് പക്ഷികൾ മുട്ടയിട്ട് കഴിഞ്ഞിട്ട് കാട്ടാടാൻ വേണ്ടിയിട്ട് കടലിൽ പോകുന്നു. കടലിട്ടോ അത് കടലിലേക്ക് അടിക്കാനല്ലോ. മീൻ തിന്നൊന്നുമില്ലല്ലോ. മീൻ കാട്ടുന്നുണ്ടോ? മീൻ ചിലപ്പോൾ തന്നെ ആയിരിക്കും. മീൻ പൊട്ടണോ? മീൻ തിന്നോ അറിയില്ല. മീനിനെ പറ്റി അറിയാവുന്ന ആരെങ്കിലും ചോദിച്ചോ. മീനിനെ പറ്റി അറിയാവുന്ന ഇസുദ്ദീന് മീനിനെ പറ്റിയൊക്കെ പഠിച്ചാൽ നമ്മൾ മിക്കതിൻ്റെ ഉള്ളിൽ വിടും. ഓ ഇവിടെ ഒരു കുഴിയുണ്ട് വലിയ. ഇസുദ്ദീൻ മീനിനെ പറ്റി പഠിച്ചാൽ ഇസുദ്ദീൻ അതുകൊണ്ടൊരു ട്രാവൽ ഏജൻസി ഒക്കെ നടത്തുമ്പോൾ മീനിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇസുദ്ദീനൊരു ട്രാവൽ ഏജൻസി വേണമെങ്കിൽ അതുവഴി വരാം. സോ ഗൈസ്, ഞങ്ങൾ ലക്ഷദ്വീപിലെ ഏറ്റവും നല്ല സ്ഥലത്തെ ഏറ്റവും നല്ല സായാഹ്നത്തിൻ്റെ ഏറ്റവും നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് തന്നത്. ഇത് ഏകദേശം 80 മിനിറ്റ്. ചായ കുടിക്കണ്ടേ? ചായ കുടിക്കാൻ അവിടെ ആൾക്കാരുണ്ടോ? അവിടെ വ്ലോഗ് എടുക്കാൻ പറ്റില്ല. ചായ കുടിക്കുന്ന വീഡിയോ എടുക്കാൻ എനിക്കറിയില്ല. കാരണം അതിനുള്ള സ്റ്റോറേജും അതിനുള്ളൊരു ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. സോ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. എന്നെ കാണുന്നുണ്ട് അവിടെ നിന്നിട്ട്. വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ബൈക്ക് എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. അല്ല ചാടിക്കുമ്പോൾ ബൈക്ക് എടുക്കണ്ട. എവിടെ നിന്നാണ് ചാടിക്കുന്നത്? പിന്നെ വിളിക്ക്. ശബ്ദം വിളിക്കണം. വിളിക്കണ്ടേ? സിനാനെ വേറെ വിളിക്കുക. ഫോട്ടോ അയച്ചെന്നോ? ഇതാണ് ഇവിടുത്തെ എയർപോർട്ട്. ഏയ് ഗ്രൂപ്പിലിട്ടല്ലോ, പേഴ്സണൽ അയച്ചതല്ലേ. പിന്നെന്താ അവർ ഡിലീറ്റ് ചെയ്യുന്നത്? അവർ ഡിസപ്പിയറിംഗ് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് 90 days 90 ദിവസം കഴിഞ്ഞാൽ ഡിസപ്പിയർ ആവും. സമയമുണ്ട്. ക്ഷീണിച്ചിട്ടോ. 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ആണ്. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ വീഡിയോ വൈൻഡപ്പ് ആവും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഫയൽ എനിക്ക് വീണ്ടും കാണാം. അതിൻ്റെ പാവുന്നുള്ളതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ കാര്യം പറയാം. നമ്മളിപ്പോൾ ഒരു 81 മിനിറ്റ് ആയി. ഇത് ലക്ഷദ്വീപിൽ ഏറ്റവും നല്ല സ്ഥലത്ത് ഭയങ്കര പ്യൂറായിട്ടുള്ള നോക്കണ്ട. അല്ല നമുക്ക് ലൈറ്റ് കാണാൻ പറ്റില്ല. നമുക്ക് ആ ലൈറ്റൊക്കെ പോയിട്ട് വീഡിയോ വേണമെങ്കിൽ. സോ നിങ്ങളിങ്ങനെ വെറുതെ വീഡിയോ എടുക്കുക, അത് വെറുതെ യൂട്യൂബിൽ ഇടുക. നിങ്ങൾ തന്നെ ഇരുന്ന് കാണുക. ദ്വീപിൽ വരാണെങ്കിൽ ഇവിടെ എന്തായാലും നടക്കാം. ദ്വീപിൽ വരാണെങ്കിൽ ഇങ്ങനെ നടക്കാൻ വരും. ഓക്കെ, ഞാൻ